20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലെ ബോംബെ വെറുമൊരു മഹാനഗരം മാത്രമായിരുന്നില്ല. അത് അനന്ത സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിളനിലം കൂടിയായിരുന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പലതരം ചരക്കുകൾ പേറി വന്ന് നങ്കൂരമിട്ട പരശതം കപ്പലുകൾ. ചന്തയിലെ നിയമങ്ങൾ തുറന്നുവച്ചത് കച്ചവടത്തിനുള്ള വഴികൾ മാത്രമല്ല, നികുതി വെട്ടിപ്പിൻ്റെയും കള്ളക്കടത്തിൻ്റെയും കരിഞ്ചന്തയുടെയും ഇരുണ്ട ഇടനാഴികൾ കൂടിയാണ്. കയ്യൂക്കിൻ്റെയും നെഞ്ചുറപ്പിൻ്റെയും ബലത്തിൽ ലക്ഷങ്ങളുടെ ലാഭനഷ്ടങ്ങളുടെ കഥ പറഞ്ഞ ആ ഇരുളറിഞ്ഞ ഗലികളെ നമ്മൾ പിന്നീട് ബോംബെ അധോലോകമെന്ന് ഓമന പേരിട്ട് വിളിച്ചു. എല്ലാറ്റിൻ്റെയും തുടക്കം നഗരത്തിലെ തുറമുഖത്തു നിന്നായിരുന്നു. ഡോക്യാർഡിനോട് ചേർന്ന് കിടക്കുന്ന ചേരികളിലും ചാലുകളിൽ നിന്നും ഇറങ്ങി വന്ന 3 യുവാക്കൾ പിന്നീട് ആ ബോംബെ അണ്ടർവേൾഡിൻ്റെ തലതൊട്ടപ്പന്മാരായി മാറി. ഒന്നാമൻ തടിമിടുക്കും കായബലവും കൈമുതലാക്കി എക്സ്റ്റോർഷനും സ്മഗ്ലിംഗും അടക്കമുള്ള സകല കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ട ഒരു അഫ്ഗാനി പഠാൻ, പേര് കരീം ലാല. രണ്ടാമൻ മധ്യ ബോംബെയിൽ കള്ളവാറ്റും കള്ളക്കടത്തും നടത്തി വളരെ വേഗത്തിൽ തികച്ചും ഓർഗനൈസ്ഡായ ഒരു ക്രൈം സിൻഡിക്കേറ്റ് തന്നെ പടുത്തുയർത്തിയ മദ്രാസി മോബ്സ്റ്റർ വരദരാജ മുതലിയാർ എന്ന വാർദാബായ്. ഇവർ രണ്ടുപേരെക്കാളും അധികം ജനങ്ങൾ കേട്ട മറ്റൊരു പേരുണ്ട്. അതാണ് ത്രിമൂർത്തികളിൽ മൂന്നാമൻ. ബോംബെ നഗരത്തിൻ്റെ ജെന്റിൽമാൻ ഡോൺ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച അയാളുടെ പേര് ഹാജി മസ്താൻ ഹൈദർ മിർസ എന്നാണ്. സൈക്കിൾ മെക്കാനിക്കായും ഡോക്കിലെ ചുമട്ടുകാരനായും തുടങ്ങി ബോംബെ കരിഞ്ചന്തയുടെ അധിപനായി മാറിയ അയാൾ ഒരു കള്ളക്കടത്തുകാരനപ്പുറം വൈരുദ്ധ്യങ്ങളാൽ പടുത്തുയർത്തപ്പെട്ട ഒരു നഗരത്തിൻ്റെ പ്രതീകം കൂടിയായിരുന്നു. തമിഴ്നാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജനിച്ച് നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ ബോംബെ മഹാനഗരത്തിലേക്ക് ചേക്കേറിയ മസ്താൻ ഹൈദർ മിർസ എന്ന പയ്യൻ മായാനഗരി മുംബൈയെ തൻ്റെ വിരൽത്തുമ്പിൽ നിയന്ത്രിച്ചു നിർത്തിയ അണ്ടർവേൾഡ് ഡോണായി മാറിയതിൻ്റെ കഥ. സ്വർണ്ണക്കള്ളക്കടത്തു മുതൽ റിയൽ എസ്റ്റേറ്റ് വരെ, സിനിമാ നിർമ്മാണം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം വരെ നീളുന്ന നിരവധി മേഖലകളിൽ ഹാജി മസ്താൻ എന്ന അധോലോക നായകൻ ഒരു ക്രിമിനൽ നെക്സസ് തന്നെ വളർത്തിയെടുത്തതിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 1926 മാർച്ച് 1-ാം തീയതി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗമായ കടലൂരിനടുത്തുള്ള പാനായിക്കുളം എന്ന ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിൽ സിറാജ് ഹൈദർ മിർസയുടെ മകനായിട്ടാണ് മസ്താൻ ഹൈദർ മിർസ ജനിക്കുന്നത്. പേർഷ്യൻ ഭാഷയിലെ രാജാവിൻ്റെ മകൻ എന്ന അർത്ഥമുള്ള അമീർസാദ എന്ന വാക്കിൻ്റെ ലുപ്തരൂപമാണ് മിർസ. മുഗൾ രാജഭരണകാലത്ത് പ്രഭു കുടുംബാംഗങ്ങൾക്ക് മിർസ പദവി നൽകി ആദരിച്ചിരുന്നു. അതിൽ നിന്ന് തായ്വഴിയായി കിട്ടിയിട്ടോ അല്ലാതെയോ ഒക്കെ ആയി ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ ചിലർ മിർസ എന്നത് ഒരു സർനെയിമായി ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. പാനായിക്കുളം ഭാഗത്ത് കാണുന്ന മുസ്ലിം മതസ്ഥരുടെ സംസാര ഭാഷ തമിഴ് തന്നെയാണെങ്കിലും ഉറുദു ഭാഷയിലെ ചില വാക്കുകൾ കൂടി അതിൽ കലരാറുണ്ട്. മസ്താൻ എന്ന പേരും പൊതുവെ മറ്റു പ്രദേശങ്ങളിൽ അധികം കാണാറില്ല. ഭ്രാന്തൻ എന്നാണ് അർത്ഥമെങ്കിലും സൂഫി ദർഗകളിൽ കാണുന്ന ഉന്മത്തരായിട്ടുള്ള അവധൂതന്മാരെയാണ് പൊതുവെ മസ്താൻ എന്ന് വിളിക്കാറ്. ഇത്തരം ഏതെങ്കിലും മസ്താൻ സൂഫിയുടെ പേരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാവും ഹൈദർ മിർസ തൻ്റെ മകന് മസ്താൻ എന്ന് പേരിട്ടത്. വർഷം മുഴുവൻ പാടത്ത് കിടന്ന് വിയർപ്പൊഴുക്കിയാണ് അച്ഛൻ സിറാജ് ഹൈദർ മിർസ ഒരുവിധം ആ കൂട്ടുകുടുംബം പരിപാലിച്ചിരുന്നത്. കൃഷിപ്പണിയിൽ എത്ര മിനക്കെട്ടിട്ടും കുടുംബത്തിൻ്റെ ദാരിദ്ര്യം തീരില്ല എന്ന് മനസ്സിലായതോടെ ഹൈദർ മിർസ ഒരു തീരുമാനമെടുക്കുന്നു. അന്ന് മറ്റു പലരും ചെയ്തിരുന്നത് പോലെ ജോലി തേടി ബോംബെക്ക് വണ്ടി കയറുക. 1934 അയാൾ അങ്ങനെ ബോംബെ മഹാനഗരത്തിൽ എത്തിയപ്പോൾ കൂടെ 8 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ മസ്താനും ഉണ്ടായിരുന്നു. ബോംബെയിൽ വീട്ടിക്കടുത്തുള്ള ഹജ്ജ് ഹൗസിന് സമീപം സ്ഥിതി ചെയ്യുന്ന BMC ബിൽഡിങ്ങിൻ്റെ എതിർവശത്ത് അന്ന് കുറേ ചാലുകൾ ഉണ്ടായിരുന്നു. ആ ചാലുകൾക്ക് സമീപത്തെ ഫുട്പാത്തിലാണ് വന്നിറങ്ങിയ ആദ്യത്തെ കുറച്ച് ദിവസം അവർ കഴിഞ്ഞുകൂടിയത്. ദിവസങ്ങൾക്കുള്ളിൽ കാദ്രി ചാലിനുള്ളിൽ സിറാജ് ഹൈദർ മിർസയ്ക്ക് ഒരു കുടിൽ ഒത്തുകിട്ടുന്നു. അയാൾ അങ്ങോട്ടേക്ക് താമസം മാറ്റുന്നു. ആദ്യം അയാൾക്ക് കിട്ടുന്ന ജോലി ഒരു ചുമട്ട് തൊഴിലാളിയുടേതായിരുന്നു. എന്നാൽ അച്ഛൻ്റെ തുച്ഛമായ കൂലി കൊണ്ട് മാത്രം വീട് പുലരില്ല എന്നതുകൊണ്ട് മസ്താൻ മിർസയും അന്ന് ആ നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ കച്ചവടത്തിന് ഇറങ്ങുന്നു. പഴയ ബംഗാളിപുര പരിസരത്ത് അന്ന് ഒരുപാട് കച്ചവടക്കാരും കൂലി തൊഴിലാളികളും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വാഴപ്പഴവും മറ്റ് ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് പ്ലേറ്റിൽ നിരത്തി വിൽക്കലായിരുന്നു അവൻ്റെ ആദ്യത്തെ കച്ചവടം. അതിൻ്റെ പിന്നിലുമുണ്ട് ഒരു കഥ. അവനന്ന് പഴങ്ങളുടെ ഹോൾസെയിൽ ഗോഡൗണിൽ തൂപ്പു ജോലിക്ക് പോകുമായിരുന്നു. ആ ഗോഡൗൺ ഉടമകൾ അല്പം കേടായ പഴങ്ങൾ പലതും അന്ന് ഒഴിവാക്കുമായിരുന്നു. ആ പഴങ്ങൾ അത്രയും അന്ന് മസ്താന് വെറുതെ കിട്ടും. അങ്ങനെ കിട്ടുന്ന പഴങ്ങളുടെ കേടായ ഭാഗം ചെത്തിക്കളഞ്ഞ് ബാക്കി വരുന്ന ഭാഗം വൃത്തിക്കരിഞ്ഞ് ഒരു പാത്രത്തിലിട്ട് ചിലതിൽ ഉപ്പും മസാലപ്പൊടിയും ഒക്കെ കുടഞ്ഞിട്ടുകൊണ്ടാണ് അവന് വിൽപ്പന. പഴങ്ങൾ കിട്ടിയിരുന്നത് സൗജന്യമായിട്ടാണ് എന്നുകൊണ്ട് കിട്ടുന്ന എന്തും അവന് ലാഭമായിരുന്നു.
അധികം വൈകാതെ ക്രാഫോർഡ് മാർക്കറ്റ് പരിസരത്ത് മസ്താന്റെ പിതാവ് സിറാജ് ഹൈദർ മിർസ അന്നൊരു സൈക്കിൾ റിപ്പയറിംഗ് ഷോപ്പ് തുടങ്ങുന്നു. നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ മസ്താൻ മിർസ ഈ ഷോപ്പിൽ നിന്ന് സൈക്കിൾ റിപ്പയറിംഗ്, വിശേഷിച്ച് പഞ്ചർ ഒട്ടിക്കുന്നതിൽ കൈ തെളിയിച്ചെടുക്കുന്നു. ഈ സൈക്കിൾ ഷോപ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന ഒരേ ഇരിപ്പിൽ അവൻ തൻ്റെ കൺമുന്നിലൂടെ പാഞ്ഞു പോകുന്ന കാറുകൾ കാണുമായിരുന്നു. എന്നെങ്കിലും ഒരു നാൾ താനും ഇതുപോലെ ഒരു കാർ സ്റ്റൈലായിട്ട് ഓടിച്ചു പോകുമെന്ന് അന്ന് മസ്താൻ ആത്മകഥം ചെയ്യുന്നുണ്ട്. മസ്താനും അച്ഛൻ ഹൈദർ മിർസയും ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി ഏറെ വൈകും വരെയും ആ സൈക്കിൾ ഷോപ്പിൽ പണിയെടുക്കുമായിരുന്നു. ജോലി കഴിഞ്ഞ് മസ്താൻ ക്രാഫോർഡ് മാർക്കറ്റിലെ കടയിൽ നിന്ന് തൻ്റെ ബസ്തിയിലേക്ക് തിരികെ നടന്നു പോകുന്ന വഴിക്കാണ് സൗത്ത് ബോംബെയിലെ പോഷ് ഏരിയ ആയിട്ടുള്ള ഗ്രാൻഡ് റോഡ് വരുന്നത്. അവിടെ ആൽഫ്രഡ് നോവൽറ്റി എന്നിങ്ങനെ 2 സിനിമാ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. അവിടെ വന്നു പോകുന്ന ആളുകളുടെ ലക്ഷറി, അവിടുത്തെ സിനിമാ പോസ്റ്ററുകളിൽ കാണുന്ന താരങ്ങളുടെ രൂപസൗകുമാര്യം, ഇതൊക്കെയും അവനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. എന്നെങ്കിലും തനിക്കും ആ തിയേറ്ററിനുള്ളിൽ ചെന്നിരുന്ന് പോപ്കോൺ തിന്നുകൊണ്ടൊരു സിനിമ കാണണമെന്ന് അവൻ്റെ ഉള്ളിൽ വല്ലാതെ ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ ബോംബെയിലെ പോഷ് ഏരിയ ആയിട്ടുള്ള മലബാർ ഹില്ലിലൂടെ നടന്നു പോകുമ്പോൾ അവൻ അറിയാതെ ഗ്രീസും ഓയിലും പുരണ്ട് ചെളി പിടിച്ച തൻ്റെ കൈകളിലേക്ക് നോക്കും. താൻ ഇതുപോലെ നല്ല മാളികകളിൽ പാർക്കുന്ന, വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുന്ന, സുന്ദരികളുടെ കൈയും പിടിച്ച് സിനിമാ കൊട്ടകളിൽ നേരം ചെലവിടുന്ന നല്ലൊരു നാളെ ഉണ്ടാകുമോ എന്നാണ് അവൻ അപ്പോൾ ആലോചിക്കുക. അങ്ങനെ അച്ഛൻ്റെ സൈക്കിൾ ഷോപ്പിൽ പഞ്ചറും ഒട്ടിച്ച് ഇരുന്നിരുന്ന് 10 വർഷം മിന്നൽ വേഗത്തിൽ കടന്നുപോയി. അപ്പോഴും 3 നേരം കഷ്ടിച്ച് വയറു നിറയ്ക്കാനുള്ള വക മാത്രമേ മസ്താനും അച്ഛനും കൂടി ആ സൈക്കിൾ റിപ്പയർ ഷോപ്പിൽ നിന്ന് സമ്പാദിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ദിവസം മുഴുവൻ തുറന്നു വെച്ചാൽ ആകെ കിട്ടുക 4-5 രൂപയാണ്. മാസത്തിലേറി വന്നാൽ ഒരു 150-200 രൂപ കിട്ടിയാലായി. ഈ പൈസ കൊണ്ട് അച്ഛൻ്റെയും മകൻ്റെയും ചെലവും കഴിയണം. ബാക്കി വരുന്നതിൽ നിന്നൊരു തുക നാട്ടിൽ കുടുംബത്തിനും അയച്ചു കൊടുക്കണം. അങ്ങനെ അച്ഛൻ്റെ കടയിൽ അദ്ദേഹത്തോടൊപ്പം കൂലിപ്പണി എടുത്ത് മസ്താൻ മിർസ വളർന്നു വന്നു. അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കൊടികുത്തി വാണിരുന്ന കാലമാണത്. എന്നാലും നെഞ്ചിലുള്ള അഭിമാനത്തിനോ താൻ പോരുമയ്ക്കോ ഒരു കുറവും അവനുണ്ടായിരുന്നില്ല. മസ്താൻ മിർസയ്ക്ക് 18 വയസ്സ് കഴിഞ്ഞ കാലം. അന്ന് അബ്ദുൾ അസീസ് എന്നൊരു തമിഴ്നാട് സ്വദേശി BMCയിൽ 4th ഗ്രേഡ് സ്റ്റാഫായി ജോലി ചെയ്യുന്നുണ്ട്. ഇയാൾ താമസിച്ചിരുന്നത് മസ്താന്റെ കടയ്ക്ക് അടുത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ്. കഠിനാധ്വാനിയായ മസ്താൻ മിർസയെ അബ്ദുൾ അസീസിന് ബോധിക്കുന്നു. അയാൾ തൻ്റെ അനുജത്തി സഫറ ബീഗത്തെ മസ്താന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഏതാണ്ട് ഈ സമയത്ത് തന്നെ മസ്താന്റെ അമ്മ മരിച്ചു പോകുന്നു. അങ്ങനെ മസ്താൻ മിർസയ്ക്ക് വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ആ നിക്കാഹ് നടക്കുന്നു. അച്ഛൻ്റെ ഈ ക്രാഫോർഡ് മാർക്കറ്റിലെ സൈക്കിൾ ഷോപ്പിൽ മസ്താൻ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് വസായി വിരാർ ഭാഗത്തു നിന്ന് ഒരു പാഴ്സി വന്നു പോകുമായിരുന്നു. മസ്താന്റെ കടയിൽ അന്ന് സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. ഈ പാഴ്സി രാവിലെ വന്ന് കടയിൽ നിന്ന് ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുക്കും. സമീപത്തുള്ള പല കച്ചവടക്കാർക്കും അയാൾ പണം വട്ടി പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ പലിശ പിരിച്ചെടുത്ത ശേഷം വൈകുന്നേരത്തോടെ തിരികെ ഷോപ്പിൽ വരും. പിരിഞ്ഞു കിട്ടിയ കാശിൽ നിന്ന് സൈക്കിളിന്റെ വാടക കൊടുക്കും, തിരികെ പോകും. അതായിരുന്നു അയാളുടെ പതിവ്. ഒരു ദിവസം ക്രാഫോർഡ് മാർക്കറ്റ് പരിസരത്തേക്ക് പലിശ പിരിച്ചെടുക്കാൻ വേണ്ടി വന്ന പാർസിക്ക് സൈക്കിൾ വാടകയ്ക്കെടുത്ത് വൈകിട്ട് വരെ കറങ്ങിയിട്ടും ആണാപ്പൈ പലിശ ഇനത്തിൽ പിരിഞ്ഞ് കിട്ടുന്നില്ല. നേരം ഇരട്ടിയപ്പോൾ സൈക്കിളിന്റെ കൂലി കൊടുക്കാൻ നിവൃത്തിയില്ലാതെയായി അന്ന് ആ പാർസിക്ക്. അയാൾ നേരെ സൈക്കിളും കൊണ്ട് മസ്താന്റെ അടുത്തേക്ക് വരുന്നു. ശേഷം മസ്താനോട് തല ചൊറിഞ്ഞുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നു. മസ്താൻ ഭായ്, സൈക്കിളിന്റെ കൂലി തരാനുള്ള പണം ഇന്ന് എവിടെ നിന്നും പിരിഞ്ഞ് കിട്ടിയിട്ടില്ല. കടം പറയാൻ എനിക്ക് നാണക്കേടുണ്ട്, എന്നാലും പറയുകയാണ്, ജാമ്യത്തിന് എൻ്റെ ഈ കുട ഇവിടെ പണയമായിരിക്കട്ടെ. പൈസ റെഡിയായി വന്ന് ഞാൻ ഈ കുട എടുത്തുകൊള്ളാം എന്നായി പാർസി. അത് കേട്ട മസ്താന് വല്ലാതെ തോന്നി. അതൊന്നും വേണ്ട ഭായ്, നമ്മൾ എത്ര കാലമായി കാണുന്നു. നിങ്ങൾ തിരിച്ചിരി വരുമ്പോൾ തന്നാൽ മതി ഇന്നത്തെ കൂലി. കുടയും വടിയും ഒന്നും പണയം വെക്കേണ്ട കാര്യമില്ല എന്ന് മസ്താന്റെ മറുപടി. എന്നാൽ പാർസി അതിന് സമ്മതിക്കുന്നില്ല. കുട മസ്താന്റെ കൈവശം വെച്ചേ മതിയാകൂ എന്ന് അയാൾ ഏറെ നേരം തർക്കിച്ചു നിൽക്കുന്നു. ഒടുവിൽ ആ പാർസിയുടെ ശാഠ്യത്തിന് വഴങ്ങി അയാൾക്ക് ആ കുട ഏറ്റുവാങ്ങേണ്ടി വന്നു. ഞാൻ പണവും കൊണ്ട് തിരികെ വരും, അതുവരെ എൻ്റെ ഈ സ്വത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം എന്നും പറഞ്ഞുകൊണ്ട് പാർസി സ്ഥലം വിട്ടു. അതോടെ പാർസിയുടെ ആ വിലപ്പെട്ട സ്വത്ത്, ആ കാലം കൂട താൽക്കാലികമായിട്ടെങ്കിലും മസ്താന്റെ കസ്റ്റഡിയിലാവുന്നു. അന്ന് ക്രാഫോർഡ് മാർക്കറ്റിലെ ആ സൈക്കിൾ ഷോപ്പിന് റൂഫ് ഉണ്ടായിരുന്നില്ല. പകൽ മുഴുവൻ അവിടെ പൊരി വെയിലത്താണ് മസ്താൻ മിർസയ്ക്ക് ഇരിക്കേണ്ടി വന്നിരുന്നത്. അതുകൊണ്ട് അയാൾ ആ കുട നിവർത്തിപ്പിടിച്ച് അതിൻ്റെ ചുവട്ടിലായി ഇരിപ്പ്. ഇടയ്ക്ക് ശീലം ഒന്ന് തുന്നൽ വിടുകയോ അല്ലെങ്കിൽ ഇല്ലി ഒഴുകുകയോ ഒക്കെ ചെയ്യുമ്പോൾ അയാളത് റിപ്പയർ ചെയ്ത് വീണ്ടും കണ്ടീഷനാക്കി നിർത്തുമായിരുന്നു. കാരണം പാർസി എന്നാണ് തിരികെ വരുന്നത്, കൂലിക്കടം വീട്ടുന്നത്, തിരികെ തന്നെ കുട ചോദിക്കുന്നത് എന്ന് അറിയില്ലല്ലോ. സഫറ ബീഗവുമായിട്ടുള്ള നിക്കാഹ് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ മസ്താന് ഡോക്യാർഡിൽ ഒരു ചുമട്ട് തൊഴിലാളിയുടെ പണി തരപ്പെടുന്നു. സൈക്കിൾ ഷോപ്പ് വാടകയ്ക്ക് കൊടുത്ത് 1944 അയാൾ തന്റെ ജോലി ഡോക്യാർഡ് പരിസരത്തേക്ക് പറിച്ചു നടന്നു. ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് ഹാജി എന്ന പേര് മസ്താന്റെ പേരിനൊപ്പം ചേരുന്നത്. അത് അയാൾ ഹജ്ജിന് പോയിട്ടൊന്നും കിട്ടുന്നതല്ല.
ഒരു ദിവസം തൻ്റെ സൈക്കിൾ പഞ്ചർ കടയിൽ ഇരിക്കുമ്പോൾ ഡോക്യാർഡിൻ്റെ സൂപ്പർവൈസറായിട്ടുള്ള ഹാജി സാബ് മസ്താനോട് നിനക്ക് വേണമെങ്കിൽ ഞാൻ ഡോക്കിൽ ഒരു പണി റെഡിയാക്കി തരാം എന്ന് പറയുന്നു. അയാൾ അപ്പോൾ തന്നെ അത് തലകുലുക്കി സമ്മതിക്കുന്നു. ഹാജി സാബ് നേരെ ഡോക്കിലെ ഓഫീസർമാരെ ചെന്ന് കണ്ട് മസ്താൻ ഒരു കൂലിയുടെ ജോലി റെഡിയാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഈ 40കളുടെ അവസാന കാലത്ത് ബോംബെ ഡോക്യാർഡ് എന്ന് പറയുന്നത് വേറെയൊരു ലോകം തന്നെയായിരുന്നു. എണ്ണയുടെ പാട നിറഞ്ഞ വെള്ളം, മീനിന്റെയും കപ്പലിലെ പുകയുടെയും മണമുള്ള കാറ്റ്, വമ്പൻ സ്റ്റീമറുകളും ചരക്ക് കപ്പലുകളും തീരത്ത് തല ഉയർത്തി നിൽക്കുന്നു. അവയുടെ പുകക്കുഴലുകളിൽ നിന്ന് കറുത്ത പുക ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കപ്പലുകളെ കരയോട് ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് ചങ്ങലകളുടെ ശബ്ദവും കപ്പലുകളുടെ ഹോണും കൂലികളുടെയും നാവികരുടെയും ശബ്ദവും ഒക്കെ കലർന്ന ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. പഴയ ധോത്തിയും നരച്ച ഷർട്ടും ധരിച്ച കൂലികൾ ചാക്കും പെട്ടികളും ചുമന്ന് വേഗത്തിൽ നടന്നു പോകുന്നു. കോട്ടിട്ട പാർസികൾ അവരെ നിയന്ത്രിക്കുന്നു. കമ്പനികളുടെ ചരക്കുകൾ എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. രണ്ടാം ലോക മഹായുദ്ധം ഈ തുറമുഖത്തെ ബ്രിട്ടന്റെ ജീവനാഡിയാക്കി മാറ്റിയിരുന്നു. വിദേശത്തു നിന്ന് ആയുധങ്ങളും സ്റ്റീലും കപ്പലുകളിൽ വന്നുകൊണ്ടേയിരുന്നു. ഇന്ത്യയിൽ നിന്ന് ചായ, പരുത്തി, സുഗന്ധദ്രവ്യങ്ങളെല്ലാം കപ്പലിൽ കയറ്റുന്നുമുണ്ടായിരുന്നു. മാസം വെറും 15 രൂപ കൂലിയിലാണ് മിർസ തന്റെ തുറമുഖ ജീവിതം ആരംഭിക്കുന്നത്. അന്ന് ഡോക്കിൽ മസ്താൻ എന്നു പേരുള്ള 4-5 യുവാക്കൾ പണിക്ക് നിന്നിരുന്നു. അതുകൊണ്ട് വെറും മസ്താൻ എന്ന് പറഞ്ഞാൽ ആളെ മനസ്സിലാവില്ല. അവിടെയുള്ള മറ്റു പണിക്കാർ ഹാജി സാബ് വാല മസ്താൻ എന്ന് അയാളെ പറ്റി പറഞ്ഞു തുടങ്ങി. അതിൽ ഓപിച്ചാണ് പിന്നീട് ഹാജി മസ്താനായിട്ട് മാറുന്നത്. മറ്റുള്ള മനുഷ്യരോട്, അവർ സമൂഹത്തിലെ ഏത് ശ്രേണിയിലുള്ളവരായാലും നന്നായി പെരുമാറാൻ അസാമാന്യ കഴിവുണ്ടായിരുന്ന മസ്താൻ മിർസ വളരെ പെട്ടെന്ന് തന്നെ തുറമുഖത്തെ കൂലികൾക്കിടയിൽ തൻ്റെ വേരുറപ്പിച്ചു. സൈക്കിൾ ഷോപ്പിലെ പണി മതിയാക്കി ഡോക്യാർഡിൽ ചുമട്ടുതൊഴിലാളിയാവാൻ പോയിട്ടും മസ്താൻ പാഴ്സി കൊടുത്ത കാലം കുടയുമായിട്ടുള്ള കൂട്ട് വെടിയുന്നില്ല. അവിടുത്തെ ഒരു സിമന്റ് ബോർഡിൽ അയാൾ എന്നും ആ കുട തൂക്കിയിടുമായിരുന്നു. ഊണ് കഴിഞ്ഞൊരു ഇത്തിരി നേരം ദിവസവും ഒഴിവുണ്ട്. ആ നേരമാകുമ്പോൾ അയാൾ ഈ കുട തുറന്ന് അതേ ബോർഡിൽ തന്നെ കെട്ടിവെച്ച് അതിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ആ കുട പാടെ കേടായപ്പോൾ മസ്താൻ കടയിൽ പോയി അതേപോലത്തെ പുതിയൊരു കുട വാങ്ങി. പാഴ്സി എന്നെങ്കിലും ഒരു ദിവസം മടങ്ങി വരും, സൈക്കിളിൻ്റെ കൂലി തന്ന് തൻ്റെ കുട തിരികെ ചോദിക്കുമെന്ന ഭയം അപ്പോഴും അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. പാഴ്സി പക്ഷേ ഒരിക്കലും പിന്നീട് മടങ്ങി വന്നതേയില്ല. മസ്താൻ ആ കാലം കൂടെ തിരികെ കൊടുക്കേണ്ടിയും വന്നില്ല. പിന്നീട് വളരെ പെട്ടെന്ന് സമ്പത്ത് ആർജിച്ച് ബോംബെ മുഴുവൻ അറിയുന്ന ഭയക്കുന്ന ഡോണായി മാറിയിട്ടും പാഴ്സി ഏൽപ്പിച്ച ആ കാലം കൂട അയാൾ തൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ ഭദ്രമായി തന്നെ സൂക്ഷിച്ചു. അതയാളെ വെയിലിൽ നിന്നും പെരുമഴകളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തി. ഒരിക്കൽ അത് അയാൾക്ക് ആയുധവുമായി. അതിൻ്റെ കഥയും രസമാണ്. 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വതന്ത്രമായപ്പോൾ രാജ്യമെമ്പാടും അതിൻ്റെ ആഘോഷങ്ങൾ നിരവധി നടന്നു. അന്ന് ഡോക്കിലെ തൊഴിലാളികൾക്ക് എന്താഘോഷമുണ്ടായാലും മദ്യപിക്കുക പതിവായിരുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇതേ കുടയുടെ തണലിൽ മസ്താൻ തൻ്റെ സഹപ്രവർത്തകർക്കൊപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് മദ്യപിക്കുന്നു. കുടിച്ചു മത്തുപിടിച്ചപ്പോൾ തുടങ്ങിയ സംസാരം ഒടുവിൽ വഴക്കിൽ കലാശിക്കുന്നു. ഉന്തും തള്ളു നടക്കുന്നു, അടിപിടിയാവുന്നു. മറ്റുള്ളവരെ അത്ര കായബലം ഇല്ലാതിരുന്ന മസ്താന് അന്ന് തൻ്റെ കുട ആയുധമാകുന്നു. അതെടുത്തു പയറ്റി അയാൾ അന്ന് തടി കേടാവാതെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അടുത്ത 4-5 ദിവസം അയാൾ ഭയന്ന് ഡോക്കിലേക്ക് പോകുന്നതേയില്ല. പിന്നീട് സ്നേഹിതരിൽ ചിലർ ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടത്തി പ്രശ്നം പരിഹരിച്ച ശേഷം മാത്രമാണ് മസ്താൻ ഡോക്കിലേക്ക് തിരിച്ച് കാലെടുത്ത് വെക്കുന്നത് തന്നെ. തുടക്കത്തിൽ പാർസിയുടെ ആ കുട മസ്താന് തലവേദനയായി എങ്കിൽ നിത്യപരിചയം കൊണ്ട് അതയാളുടെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറി. നേരത്തെ മസ്താന്റെ സൈക്കിൾ കട നിന്നിരുന്നത് ഹജ്ജ് ഹൗസിനടുത്താണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അന്ന് ഇന്നത്തെ പോലെ എല്ലായിടത്തു നിന്നും ഹജ്ജിന് പോകാൻ പറ്റിയിരുന്നില്ല. ഇവിടെ ഹജ്ജ് ഹൗസിൽ വന്ന് കിടന്ന് അടുത്ത കപ്പലിൽ കയറി 10-60 ദിവസം കൊണ്ട് വേണം പോയി വരാൻ. ഇവിടേക്ക് രാജ്യം മുഴുവനുമുള്ള ഹജ്ജാജിമാർ പലരും അന്ന് ഈ ആവശ്യത്തിനായി വന്നു പോയിക്കൊണ്ടിരുന്നു. ഡോക്കിലെ ചുമട്ടുകാരനായിരിക്കെയാണ് കപ്പൽ മാർഗമുള്ള ഹജ്ജ് യാത്രയുടെ തിരക്കുകൾ മസ്താന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഹജ്ജ് കമ്മിറ്റിയിൽ സ്വാധീനം ചെലുത്തി അയാൾ അതിനുള്ള കൂലി ബാഡ്ജ് സ്വന്തമാക്കുന്നു. ഇന്ദിര ഡോക്കിൽ ഹജ്ജാജിമാരുടെ ലഗേജുകൾ എടുക്കലായി പിന്നീട് അയാളുടെ പണി. ഈ ഹജ്ജുകാരുടെ ചുമടെടുപ്പ് സീസണൽ പണി മാത്രമായിരുന്നു മസ്താന്. ഹജ്ജ് സീസൺ കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാവില്ല. ശേഷം മസ്താനും മറ്റു കൂലികളും ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് പോയി വന്നിരുന്ന 2 പാസഞ്ചർ ഷിപ്പുകളിൽ പണിയെടുക്കും. അന്നൊക്കെ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്ന സ്വർണം, ട്രാൻസിസ്റ്റർ റേഡിയോ, വാച്ചുകൾ, വിദേശ തുണിത്തരങ്ങൾ തുടങ്ങിയ സാധനങ്ങൾക്ക് വലിയ ഡ്യൂട്ടി ചുമത്തപ്പെട്ടിരുന്നു. കപ്പലിൽ യാത്ര ചെയ്ത് വിദേശത്ത് നിന്ന് എത്തുന്നവർ വഴി ഡ്യൂട്ടി വെട്ടിച്ച് ഈ സാധനങ്ങൾ നാട്ടിലെത്തിച്ചാൽ അതിനിവിടെ ഇഷ്ടം പോലെ ആവശ്യക്കാരും ഉണ്ടായിരുന്നു. ഈ സാധനങ്ങൾ കസ്റ്റംസിന്റെ കണ്ടുവെട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന് വിറ്റാൽ നല്ല മാർജിൻ കിട്ടുമെന്ന് അറിഞ്ഞ് പലരും അത് ചെയ്യുന്നുമുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പ്രധാനി അറബ് പേരുകളുള്ള ഷെയ്ഖ് മുഹമ്മദ് അൽ ഗാലിബ് എന്നൊരാളായിരുന്നു. അയാൾ ഒറ്റയ്ക്കായിരുന്നു അന്ന് തൻ്റെ ബിസിനസ് അത്രയും നടത്തിയിരുന്നത്. ഫിലിപ്സിന്റെ ട്രാൻസിസ്റ്റർ റേഡിയോകൾക്കും റാഡോ കമ്പനിയുടെ വാച്ചുകൾക്കുമൊക്കെ അന്ന് ബോംബെയിലെ ധനികർക്കിടയിൽ വലിയ ഡിമാൻഡുള്ള കാലമാണ്. കപ്പലുകളിൽ യാത്ര ചെയ്ത് ഡോക്കിൽ എത്തുന്നവർ വഴി ഗാലിബ് ട്രാൻസിസ്റ്ററുകളും ലക്ഷറി വാച്ചുകളും പിന്നെ ചില സ്വർണ്ണ ബിസ്ക്കറ്റുകളുമൊക്കെ
വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് കടത്തുമായിരുന്നു. ഗൾഫിൽ നിന്ന് അത് കപ്പലിൽ മസ്ഗാവ് ഡോക്ക് വരെ എത്തിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ പോർട്ടിലെ കസ്റ്റംസുകാരുടെ കണ്ണുവെട്ടിച്ച് അത് പുറത്തെത്തിക്കുന്നതിൽ വലിയ റിസ്ക് ഉണ്ട്. അതിനു പറ്റിയ ഒരാളെ തപ്പി നടക്കുകയായിരുന്ന ഗാലിബിന്റെ മുന്നിൽ ഏറെ ആകസ്മികമായിട്ടാണ് ഡോക്കിൽ വെച്ച് മസ്താൻ ചെന്നുപെടുന്നത്. മസ്താനോട് ഗാലിബ് തന്റെ ആവശ്യം അറിയിച്ചു. ചുമടെടുത്ത് നടുവടിച്ചിരുന്ന മസ്താനാവട്ടെ എളുപ്പത്തിൽ 4 കാശുണ്ടാക്കേണ്ടത് എങ്ങനെ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയവുമായിരുന്നു. തലക്കെട്ടിനുള്ളിൽ ഒളിപ്പിച്ച് 1-2 സ്വർണ്ണ ബിസ്ക്കറ്റ്, അണ്ടർവെയറിനുള്ളിൽ 1-2 സ്വർണ്ണ വാച്ച്, പിന്നെ 1-2 ട്രാൻസിസ്റ്റർ റേഡിയോ. ഇത്രയും സാധനങ്ങൾ കസ്റ്റംസിന്റെ പിടിയിൽപ്പെടാതെ ഡോക്കിന്റെ ഗേറ്റിന് പുറത്ത് എത്തിച്ചു തരാമോ എന്നായിരുന്നു ഗാലിബിന്റെ ചോദ്യം. പകരം നല്ലൊരു തുക തന്നെ അയാൾ പ്രതിഫലമായി അന്ന് മസ്താന് ഓഫർ ചെയ്യുന്നു. അന്ന് ഒരു മാസം മുഴുവനും ഡോക്കിൽ ചുമടെടുത്താൽ അയാൾക്ക് കിട്ടിയിരുന്നത് വെറും 15 രൂപ മാത്രമാണ്. ഗാലിബിന്റെ കയ്യിൽ നിന്നുള്ള കമ്മീഷൻ കൂടി ആയപ്പോൾ അത് 50 രൂപയായിട്ട് ഉയർന്നു. ഗാലിബിന് മസ്താനെ ആദ്യം അത്രയ്ക്ക് വിശ്വാസമില്ലായിരുന്നത് കൊണ്ടാണ് അയാൾ 1-2 സ്വർണ്ണ ബിസ്ക്കറ്റ് മാത്രം കടത്താൻ അയാൾ ഏൽപ്പിക്കുന്നത്. തന്റെ തലക്കെട്ടിനുള്ളിൽ ഒളിപ്പിച്ച് അത് എളുപ്പത്തിൽ പുറത്തെത്തിച്ചതോടെ അയാൾക്ക് മസ്താനെ വിശ്വാസമായി. മെല്ലെ മെല്ലെ മസ്താനെ അയാൾ കുറെ കൂടി വലിയ കൺസൈൻമെന്റുകൾ വിശ്വസിച്ചേൽപ്പിച്ചു തുടങ്ങി. ഒറ്റയടിക്ക് 40-50 സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വരെ മസ്താൻ അന്ന് ഗാലിബിന് വേണ്ടി കടത്തുന്നുണ്ട്. അങ്ങനെ അവർക്കിടയിലെ ബിസിനസ് ബന്ധങ്ങൾ പോകെ പോകെ ഗാഢമായി. സ്മഗ്ലിങ്ങിന് വേണ്ടി ഗാലിബ് മസ്താനെ മാത്രം ആശ്രയിക്കുന്ന സ്ഥിതി വന്നു. ഇങ്ങനെ ഗാലിബുമായിട്ടുണ്ടായ ബന്ധത്തിന് പുറത്ത് ഡോക്കിൽ മസ്താൻ മിർസയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന അഭിവൃദ്ധി പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളുമായിട്ട് അധികം വൈകാതെ മസ്താൻ കൊമ്പ് കോർക്കുന്നു. അതായിരുന്നു ഷേർഖാൻ പഠാൻ എന്ന ലോക്കൽ ഗുണ്ടാ തലവൻ. മസ്ഗാവ് ഡോക്കിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള കാലമാണത്. ഷേർഖാൻ പഠാൻ എന്ന ലോക്കൽ ഗുണ്ട അവിടുത്തെ കൂലികളെ അടക്കി വാണിരുന്ന കാലം. ഡോക്കിൽ ജോലിയെടുക്കുന്ന കൂലികൾ എല്ലാവരും വെള്ളിയാഴ്ച ദിവസം അയാൾക്ക് ഹഫ്ത കൊടുത്തേ പറ്റൂ. ഈ പഠാനാണെങ്കിൽ അന്ന് ഡോക്കിലെ ഒരു കൂലിയോ ഒരു ഗവൺമെന്റ് അധികാരിയോ അല്ലെങ്കിൽ ഒരു ലോക്കൽ രാഷ്ട്രീയ നേതാവോ ഒന്നുമല്ല. അങ്ങനെ പുറത്തുനിന്നൊരാൾ ഡോക്കിനുള്ളിൽ കടന്നു കയറി അവിടെ രാപ്പകൽ വേർപ്പൊഴുക്കുന്ന ചുമട്ടുകാരുടെ തുച്ഛ വരുമാനത്തിൽ കൈയിട്ട് വാരുന്നത് മസ്താൻ മിർസ കുറച്ച് നാളായിട്ട് രോഷത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു. ഇത് ശരിയല്ല, അന്യായമാണ് എന്ന് അയാൾക്ക് തോന്നി. അന്ന് ചോരത്തിളപ്പിന്റെ പ്രായമായിരുന്നതുകൊണ്ട് മസ്താൻ പഠാനെ നേരിടാൻ തന്നെ ഉറപ്പിക്കുന്നു. കൂടെയുള്ള ചുമട്ടുതൊഴിലാളികളിൽ സാമാന്യം കായബലമുള്ള 4-5 പേരെ വിളിച്ചുകൂട്ടി അവരോട് അയാൾ കാര്യം പറയുന്നു. നിങ്ങൾ കൂടെ നിന്നാൽ ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി കാണിച്ചു തരാമെന്ന് അയാൾ അവരോട് പറയുന്നു. ഈ ഷേർഖാൻ പഠാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല, ഇനി ആയാലും നമ്മളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ്, അടികൊണ്ടാൽ അയാൾക്കും മേല് നോവും, കുത്തു കിട്ടിയാൽ അയാളുടെ പണ്ടവും പുറത്തു ചാടും എന്ന് മസ്താൻ പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ എന്ന് അവർക്കും തോന്നി. ചുമടെടുത്ത് തഴമ്പിച്ച കൈകൾ 8-10 ഒരുമിച്ച് ചേർന്നാൽ ഒരു പഠാനും അതിനോട് പിടിച്ചു നിൽക്കാനാവില്ല എന്നും മസ്താൻ തന്റെ സഹപ്രവർത്തകരെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച, അതായത് പഠാനും കൂടെയുള്ള 3-4 ഗുണ്ടകളും കൂടി ഹഫ്ത പിരിവിനെത്തുന്ന ദിവസം തയ്യാറെടുത്ത് തന്നെയാണ് മസ്താനും 10 സഹപ്രവർത്തകരും ഡോക്കിലേക്ക് പണിക്ക് ചെല്ലുന്നത്. ഈ പഠാന്റെ കയ്യിൽ ഒരു രാംപുരി കത്തിയും ഗുപ്തി എന്ന് ഹിന്ദിയിൽ വിളിച്ചിരുന്ന ഒരു കുഞ്ഞു വാളും ഉണ്ടായിരുന്നു. മസ്താനും സംഘവും തങ്ങളുടെ ഇരുമ്പ് വടികളും ലാത്തികളും ഏന്തി അവരെ നേരിടാൻ ഉറപ്പിച്ചു തന്നെ എത്തുന്നു. പതിവ് പോലെ വെള്ളിയാഴ്ച വൈകിട്ട് പണി കഴിയാൻ നേരത്ത് ഷേർഖാൻ പഠാൻ ഹഫ്ത പിരിവിന് എത്തിയപ്പോൾ ലൈനിൽ 10 പേരുടെ കുറവുണ്ട് എന്ന് കണ്ടെത്തുന്നു. ആ 10 പേരെയും അയാൾ വിളിപ്പിക്കുന്നു. പക്ഷേ അവർ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ വെറും കൈയോടെ ആയിരുന്നില്ല. പിന്നീട് അവിടെ നടക്കുന്നത് തീ പാറുന്ന ഒരു സംഘടന തന്നെയായിരുന്നു. ഷേർഖാൻ പഠാന്റെ രാംപുരിയും ഗുപ്തിയും ഒന്നും മസ്താന്റെയും സംഘത്തിനെയും ഒന്നിച്ചുള്ള ആക്രമണത്തിന് മുന്നിൽ വിലപ്പോകുന്നില്ല. അടികൊണ്ട് ദേഹമാസകലം മുറിഞ്ഞ് ഡോക്ക് വിട്ട് ഓടിപ്പോകേണ്ടി വരുന്നുണ്ട് അന്ന് പഠാന്. പിന്നീട് ഒരിക്കൽ പോലും അയാൾ ഹഫ്ത പിരിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഡോക്കയുടെ പരിസരത്തേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇതിനിടയ്ക്ക് ഗാലിബുമൊത്തുള്ള മസ്താന്റെ സ്വർണ്ണക്കള്ളക്കടത്തും പൂർവാധികം ശക്തിയോടെ നടക്കുന്നുണ്ടായിരുന്നു. പോകെ പോകെ ഗാലിബ് മസ്താനെ ഓരോ പ്രാവശ്യവും സാധനങ്ങൾ പുറത്തെത്തിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ടിപ്പ് പോലെ കൊടുത്തിരുന്ന പതിവ് മാറ്റി കടത്തുന്ന മുതലിന്റെ 10% ഷെയർ കൊടുത്തു തുടങ്ങി. സ്വർണം എങ്ങനെ മാറ്റി നോക്കണമെന്നും വിദേശത്തു നിന്ന് എങ്ങനെ അത് നാട്ടിൽ എത്തിക്കാമെന്നും അതെങ്ങനെ നാട്ടിലെ ബ്ലാക്ക് മാർക്കറ്റുകളിൽ വിറ്റഴിക്കാം എന്നുമൊക്കെ ഗാലിബ് തന്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു. അതിങ്ങനെ നിർബാധം പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഗാലിബിന്റെ പ്ലാനുകളെ തകിടം മറിച്ചുകൊണ്ട് ഒരു സംഭവം നടക്കുന്നു. ഒരിക്കൽ ദുബായിൽ നിന്ന് കപ്പലിൽ മടങ്ങിയെത്തുന്ന ഗാലിബ് മസ്താനെ കാണാനെത്തുന്നു. ഗാലിബിന്റെ കയ്യിൽ ഒരു പെട്ടി നിറച്ച് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നു. 1ഉം 2ഉമല്ല, ഇത്തവണ ഏതാണ്ട് 200ഓളം സ്വർണ്ണ ബിസ്ക്കറ്റുകളുണ്ട്. ആ ഒരു ബോക്സ് എങ്ങനെയെങ്കിലും ഡോക്കിന്റെ കസ്റ്റംസ് ചെക്കിംഗ് കടത്തി പുറത്തെത്തിച്ചു കൊടുക്കണമെന്ന് അയാൾ മസ്താനോട് ആവശ്യപ്പെടുന്നു. മസ്താനാകട്ടെ ആ പെട്ടി വളരെ സമർത്ഥമായി കസ്റ്റംസുകാരെ വെട്ടിച്ച് ഡോക്കിന്റെ പുറത്തെത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ വേറെ ഒരു പ്രശ്നം അവിടെ ഗാലിബിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പല കസ്റ്റം കേസുകളിലും പിടികിട്ടാപ്പുള്ളി ആയിരുന്നതുകൊണ്ട് ഗാലിബിനെ കൺമുന്നിൽ കിട്ടിയതും കസ്റ്റംസുകാർ പിടികൂടി അയാളെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയാണെങ്കിൽ അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു.
ആ കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ ഗാലിബിന് 3 വർഷത്തെ തടവ് ശിക്ഷ കിട്ടുന്നു. ഈ ശിക്ഷയും പൂർത്തിയാക്കി 3-3.5 വർഷം കഴിഞ്ഞിട്ടാണ് ഗാലിബും മസ്താനും പിന്നീട് കാണുന്നത്. അവിടെയാണ് ഹാജി മസ്താൻ എന്ന വ്യക്തിയുടെ ക്യാരക്ടർ പുറത്തു വരുന്നത്. സ്വർണ്ണ ബിസ്ക്കറ്റ് ഗാലിബിൽ നിന്ന് കൈപ്പറ്റി തൻ്റെതായ വഴിയിൽ ഡോക്കിന് പുറത്തിറങ്ങുന്ന ഹാജി മസ്താൻ നേരത്തെ പറഞ്ഞുറപ്പിച്ച സ്ഥലത്ത് അന്ന് ഗാലിബിനെ കാത്ത് ഏറെ നേരം ആ സ്വർണവുമായിട്ട് നിൽക്കുന്നു. പക്ഷെ ഗാലിബ് വരുന്നില്ല. ഗാലിബിനെ പോലീസ് പൊക്കിയെന്നോ അയാൾ 2-3 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കപ്പെട്ടുവെന്നോ മസ്താൻ അന്ന് അറിയുന്നില്ല. സ്വർണം ഏൽപ്പിച്ച് കടത്തി പുറത്തെത്തിക്കാൻ പറഞ്ഞ ഗാലിബ് പറഞ്ഞ സമയത്ത് പറഞ്ഞെടുത്ത് വന്നില്ല എന്ന വിവരം മാത്രമാണ് മസ്താനുള്ളത്. ഏറെ നേരം ആളെ കാത്തുനിന്ന് മുഷിഞ്ഞപ്പോൾ മസ്താൻ ആ പെട്ടിയും കൊണ്ട് ചേരിയിലെ തൻ്റെ കുടിലേക്ക് തിരിച്ചു പോകുന്നു. ആ കുടിലിൽ അയാൾ ആ പെട്ടി ഒളിപ്പിച്ചു വെക്കുന്നു. ശേഷം അവനവൻ്റെ പതിവ് ജോലികളിൽ മുഴുകുകയും ചെയ്തു. ഗാലിബ് ജയിലിൽ പോയ സമയത്ത് മസ്താൻ വീണ്ടും പഴയ പോലെ പോർട്ടിലെ ചുമടെടുപ്പും അല്ലറ ചില സ്മഗ്ലിങ്ങും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്നു. എന്നാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സാമ്പത്തികമായിട്ട് ആകെ തകർന്നു പോയിരുന്നു ഗാലിബ്. കേസ് നടത്താൻ തന്നെ അയാൾക്ക് നല്ലൊരു സംഖ്യ ചെലവായി. കുടുംബവും നാനാവിധമായി. ഇനി എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ കാര്യമായ ആശയക്കുഴപ്പത്തിലായിരുന്നു അയാൾ. സത്യത്തിൽ വഴിമുട്ടിയ അവസ്ഥ. ചെലവ് കഴിക്കാൻ വേണ്ടി ബോംബെയിലെ ആകെയുള്ളൊരു പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി ഓടി നടക്കുന്നതിനിടയ്ക്ക് വളരെ യാദൃച്ഛികമായിട്ട് വഴിയിൽ വെച്ച് അയാൾ തൻ്റെ പഴയ സ്മഗ്ലിംഗ് പാർട്ട്ണറായിട്ടുള്ള മസ്താനെ കണ്ടുമുട്ടുന്നു. പഴയ സ്വർണ്ണ ബിസ്ക്കറ്റ് പെട്ടിയുടെ കാര്യമൊക്കെ ഗാലിബ് മറന്നേ പോയിട്ടുണ്ടായിരുന്നു. മസ്താൻ അയാളുടെ കൈ പിടിച്ച് നേരെ അയാളെ കൊണ്ടുപോകുന്നത് മദൻപുര ചേരിയിലെ തൻ്റെ ഖോലിയിലേക്കാണ്. അവിടെ കൂട്ടിയിട്ടിരുന്ന വിഴുപ്പുതുടികൾക്കിടയിൽ പൂഴ്ത്തി വെച്ചിരുന്ന പെട്ടി അയാൾ ചികഞ്ഞു പുറത്തേക്ക് എടുക്കുന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, നിങ്ങൾ ഇത് എത്രയും കാലം എങ്ങനെ ഒളിപ്പിച്ചു വെച്ചു എന്ന് അതിശയത്തോടെ ഗാലിബ് മസ്താനോട് ചോദിക്കുന്നു. ഈ നാട്ടിലെ കള്ളന്മാരും പോലീസുകാരും എന്തായാലും സ്വർണ്ണ ബിസ്ക്കറ്റും തേടി ഈ മുഷിഞ്ഞ തുണിക്കുള്ളിൽ തപ്പില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവർ വല്ല അലമാരിയോ സേഫോ ഒക്കെ പരതു എന്ന് മസ്താന് മറുപടി. ആ പെട്ടിക്കുള്ളിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് ഒരെണ്ണം പോലും കുറയാതെ അതുപോലെ ഉണ്ടായിരുന്നു. മസ്താൻ ആ പെട്ടി തുറന്നുപോലും നോക്കാൻ മിനക്കെട്ടിരുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് ഇതെടുക്കാമായിരുന്നില്ലേ? ഇത് നിങ്ങളെ ബോംബെയുടെ ബാദ്ഷാ ആക്കി മാറ്റുമായിരുന്നില്ലേ എന്ന് ഗാലിബ് അയാളോട് ചോദിക്കുന്നു. മസ്താന്റെ ഉത്തരം വളരെ പെട്ടെന്നായിരുന്നു. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ആരെയും പറ്റിക്കാം, പക്ഷേ പടച്ചോനെ പറ്റിക്കാൻ പറ്റില്ല. ഈ പെട്ടി നിങ്ങളുടേതാണ്. ഞാൻ മുംബൈയുടെ ബാദ്ഷാ ആകണമെന്ന് പടച്ചോൻ കരുതിയിട്ടുണ്ടെങ്കിൽ ഞാനത് ആവുക തന്നെ ചെയ്യുമെന്നാണ് അയാൾ അപ്പോൾ മറുപടി കൊടുക്കുന്നത്. മസ്താന്റെ സത്യസന്ധതയിൽ കടപ്പെട്ടു പോകുന്ന ഗാലിബ് ആ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ തിരികെ വാങ്ങാൻ തയ്യാറാകുന്നത് ഒരേ ഒരു കണ്ടീഷന്റെ പുറത്താണ്. അതിലൊരു ഭാഗം മസ്താൻ സ്വീകരിക്കണം. ഒപ്പം അവിടെ നിന്ന് അങ്ങോട്ട് 50-50 പാർട്ട്ണർഷിപ്പിൽ ഗോൾഡ് സ്മഗ്ലിങ്ങിന് തയ്യാറാവുകയും വേണം. ആ പ്രപ്പോസൽ മസ്താൻ സസന്തോഷം സ്വീകരിക്കുന്നു. ഗാലിബിൽ നിന്ന് കിട്ടിയ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് ഹാജി മസ്താൻ ക്രാഫോർഡ് മാർക്കറ്റിന്റെ നേരെ എതിർവശത്തുള്ള മച്ചി മാർക്കറ്റിനോട് ചേർന്ന് കിടക്കുന്ന ദിൽഖുഷ് ബിൽഡിങ്ങിന്റെ 4ാം നിലയിൽ ആദ്യമായി ഒരു വീട് വില കൊടുത്ത് സ്വന്തമാക്കുന്നു. വരും ആഴ്ചകളിൽ ഗാലിബ് ഈഡൻ, ദുബായ്, മറ്റു ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോയി അവിടുന്ന് വലിയ തോതിൽ സ്വർണം ബോംബെ ഡോക്കിലേക്ക് കൊടുത്തുവിടാൻ തുടങ്ങി. മസ്താൻ ആവട്ടെ തൻ്റെ സ്വാധീനവും തന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് ആ സ്വർണം അനായാസം കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് ഡോക്കിന് പുറത്തേക്ക് എത്തിക്കാനും തുടങ്ങി. 1955 ആയപ്പോഴേക്കും മസ്താൻ മിർസയുടെ ബാങ്കിൽ 5 ലക്ഷം രൂപയുടെ ബാലൻസ് വന്നു കഴിഞ്ഞു. ഒരു പവൻ സ്വർണത്തിന് വെറും 80 രൂപ മാത്രം ഉണ്ടായിരുന്ന കാലത്തെ 5 ലക്ഷമാണ് അതെന്ന് ഓർക്കണം. അത്രയും സമ്പാദ്യമായതിൽ പിന്നെ മസ്താൻ മിർസയ്ക്ക് പഴയ പോലെ ഡോക്കിൽ ചുമടെടുക്കാൻ പോകേണ്ട ആവശ്യം ഇല്ലാതെയായി. സ്മഗ്ലിങ്ങിനെ ഒരു ഫുൾ ടൈം ജോബായി അയാൾ സ്വീകരിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് ഗാലിബും മസ്താനും ചേർന്ന് ബോംബെ അധോലോകത്തിലെ കള്ളക്കടത്തിന്റെ സകല സ്പന്ദനങ്ങളെയും നിയന്ത്രിച്ചു തുടങ്ങി. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മസ്താൻ മിർസ എന്ന യുവാവ് ഹാജി മസ്താൻ ഭായി ആയി വളർന്നു വന്നു. 1956 ഹാജി മസ്താൻ ദാമൻ സ്വദേശിയും ഗുജറാത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കള്ളക്കടത്തുകാരനുമായിട്ടുള്ള സുക്കൂർ നാരായൺ ബാഖിയെ പരിചയപ്പെടുന്നു. അവരിരുവരും സ്വർണ്ണം കള്ളക്കടത്തിൽ പങ്കാളികളാകുന്നു. അവർ കള്ളക്കടത്തിന്റെ ടെറിട്ടറികൾ തമ്മിൽ വീതിച്ചെടുക്കുന്നു. ബോംബെ പോർട്ടിൽ വരുന്ന സ്വർണ്ണമെല്ലാം ഹാജി മസ്താൻ കൈകാര്യം ചെയ്യും. ദാമൻ പോർട്ടിലേക്ക് മസ്താന്റെ ആളുകൾ പോവുകയുമില്ല. അത് ബാക്കിയുടെ പരിപൂർണ നിയന്ത്രണത്തിലാകും. ബാക്കിയുടെ കൺസൈൻമെന്റുകൾ പലതും മസ്താൻ അയാൾക്ക് വേണ്ടി ഡീൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അന്ന് മുംബൈയിലെ ഗോൾഡ് ബിസിനസിന്റെ കേന്ദ്രം സാവേരി ബസാർ ആയിരുന്നു. വാക്കുപാലിക്കുന്ന ജെന്റിൽമാൻ ഗാങ്സ്റ്റർ എന്ന ഇമേജ് മസ്താനെ ഈ സ്വർണ്ണ കച്ചവടക്കാർക്ക് പ്രിയങ്കരനാക്കി. മിഡിൽ ഈസ്റ്റിൽ നിന്ന് മുംബൈയിലെത്തുന്ന ഗോൾഡ് ഡോക്കിൽ നിന്ന് സാവേരി ബസാറിൽ എത്തിച്ചാൽ അത് വാങ്ങാൻ കച്ചവടക്കാർ തയ്യാറായിരുന്നു. ഉരുകിയ സ്വർണത്തിൻ്റെയും ഗുജറാത്തി സിന്ധി പലഹാരങ്ങളുടെയും ഗന്ധമുള്ള ഈ തെരുവിൽ നിന്നാണ് ഉത്തരേന്ത്യയിലേക്കുള്ള സ്വർണത്തിൻ്റെ നല്ലൊരു പങ്കും അന്ന് അയക്കപ്പെട്ടിരുന്നത്. ബിസിനസിൻ്റെ ബാലപാഠങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന മസ്താൻ സ്വർണ്ണക്കടത്തിനെ ഗാലിബ് വിചാരിച്ചതിലും വേഗത്തിൽ പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് നയിക്കുന്നു. ആരെയും ആദരവോടെ സംസാരിച്ചു മയക്കാനും ഡീലുകളിൽ എപ്പോഴും തൻ്റെ വാക്ക് കാത്തു സൂക്ഷിക്കാനും മറ്റെല്ലാ വഴിയും അടയുമ്പോൾ മാത്രം വയലൻസ് ഉപയോഗിക്കാനുമുള്ള മസ്താന്റെ സിദ്ധി അയാൾക്ക് അധോലോക ബിസിനസ്സുകളിൽ നൽകിയത് അതിശയകരമായിട്ടുള്ള വളർച്ചയാണ്. എല്ലാവിധ മനുഷ്യരുമായിട്ടും ഇടപഴകാനും സഖ്യങ്ങൾ ഉണ്ടാക്കാനും നിഷ്പ്രയാസം കഴിയുമായിരുന്ന മസ്താൻ കസ്റ്റംസിലും പോലീസിലും തന്നോട് കൂറുള്ള ഒരു കൂട്ടം ഓഫീസർമാരെ സൃഷ്ടിച്ചെടുക്കുന്നു.
മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ സ്വർണം തീരത്തെത്തിക്കാൻ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുന്ന മസ്താൻ അവരുടെ ഇടയിലും തന്റെ നെറ്റ്വർക്ക് വികസിപ്പിച്ചെടുക്കുന്നു. മുംബൈയിലെ കാര്യങ്ങൾ തന്നെക്കാൾ മനോഹരമായി മസ്താന് നോക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്ന ഗാലിബ് മിഡിൽ ഈസ്റ്റിലേക്ക് തന്റെ പ്രവർത്തന മേഖല മാറ്റുന്നു. അവിടെ നിന്ന് ഗാലിബ് അയക്കുന്ന സ്വർണം മുംബൈയിൽ പുറത്തെത്തിച്ച് സാവേരി ബസാറിൽ വിൽക്കുന്ന ചുമതല പിന്നീട് മസ്താന്റേതായി. പിന്നീട് ഇങ്ങോട്ട് നാം സിനിമകളിൽ കണ്ട് പരിചയിച്ച ഏതാണ്ട് എല്ലാ കള്ളക്കടത്ത് രീതികളും മുംബൈയിൽ ജന്മമെടുക്കുന്നത് മസ്താന്റെ കാലത്താണ്. പഴയ വലിയ കപ്പലുകൾ വാങ്ങി അതിൻ്റെ ഹള്ളിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ നിറച്ച് കടത്തുന്നത് മുതൽ മത്സ്യപ്പെട്ടികളിൽ സ്വർണം കടത്തുന്നതും ആഴം കുറഞ്ഞ പുറംകടലിൽ കപ്പലിൽ നിന്ന് സ്വർണം ഉപേക്ഷിച്ച ശേഷം രാത്രി മത്സ്യബോട്ടുകളിൽ അടയാളം നോക്കി സ്വർണ്ണമെടുത്ത് കരയ്ക്കെത്തിക്കുന്ന വിദ്യ വരെ അന്ന് മസ്താൻ സ്മഗ്ലിങ്ങിൽ പയറ്റുന്നുണ്ട്. അന്ന് മുംബൈയിൽ വന്നെത്തുന്ന ഏതാണ്ട് എല്ലാത്തരം ചരക്കുകളും മസ്താൻ സ്വർണം കടത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ വലിയ മെഷീനുകൾ, വിഗ്രഹങ്ങൾ, സിനിമാ ക്യാമറകൾ എന്നിവയ്ക്കുള്ളിലെല്ലാം മസ്താൻ അന്ന് മുംബൈയിലേക്ക് സ്വർണം കടത്തി. ഡോക്കിന് പുറമെ പുറംകടലിൽ നിന്ന് ചെറുവള്ളങ്ങളിൽ ചരക്ക് കരയ്ക്കെത്തിക്കാൻ മുംബൈയിലെ മറ്റ് ചെറിയ കടലോരങ്ങളും അയാൾ ഉപയോഗിച്ചു തുടങ്ങി. വർസോവ പോലെയുള്ള ചെറിയ കടലോര ഗ്രാമങ്ങളും അവിടുത്തെ മത്സ്യബന്ധന കമ്മ്യൂണിറ്റികളും അതോടെ മസ്താനോട് കൂറുള്ളവരായിട്ട് മാറി. മലബാർ ഹില്ലിലെ ഹാജി മസ്താന്റെ ബംഗ്ലാവിന്റെ പുറത്ത് ഓരോരോ ആവലാതികളുമായിട്ട് അന്ന് ജനം വന്ന് കാത്തുകെട്ടി കിടക്കാൻ തുടങ്ങി. എന്നും രാവിലെ അല്പനേരമെങ്കിലും അവരുടെ പരാതികൾ കേൾക്കാനും പറ്റുന്ന പോലെ പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ അയാൾ ശ്രമിച്ചിരുന്നു. പണം കൊടുത്തുകൊണ്ട് തീർക്കാൻ പറ്റുന്ന പല പ്രശ്നങ്ങളും അയാൾ അപ്പോൾ തന്നെ തീർക്കുമായിരുന്നു. ബോംബെ നഗരത്തിൽ പിടിച്ചു നിൽക്കാൻ അളവറ്റ പണം ഒന്നു മാത്രം പോരാ എന്ന് ഹാജി മസ്താന് വളരെ നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിരുന്നു. അതിന് മസിൽ പവർ കൂടി ഉണ്ടായേ പറ്റൂ. അത് തേടി നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് കുപ്രസിദ്ധരായിട്ടുള്ള 2 അധോലോക നായകരെ കൂടി മസ്താൻ പരിചയപ്പെടുന്നത്. ഒന്നാമൻ സെൻട്രൽ ബോംബെയുടെ ഒരേയൊരു ഡോൺ എന്നറിയപ്പെട്ടിരുന്ന സാക്ഷാൽ വരദരാജ മുതലിയാർ എന്ന വരദാബായ്. രണ്ടാമൻ പഠാൻ കരീം ലാല. 1952 ബോംബെ പ്രസിഡൻസിയുടെ മുഖ്യമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി അവിടെ മദ്യത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അതോടെ പിന്നെ നഗരത്തിലേക്ക് കോൺട്രബാൻഡ് ലിക്വറിന്റെ കുത്തൊഴുക്കായി. ഗാലിബ് മസ്താൻ ടീം അപ്പോഴേക്കും ഒരു കള്ളക്കടത്തു മാഫിയ സംഘത്തിന്റെ ലെവലിലേക്ക് വളർന്നിട്ടുണ്ടായിരുന്നു. ഈ മദ്യനിരോധനവും അവരെ സംബന്ധിച്ചിടത്തോളം പണമുണ്ടാക്കാനുള്ളൊരു ബ്രില്യൻ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആ വഴിക്കും അവർ കുറെ കാശുണ്ടാക്കി. വരദാബായി ആകട്ടെ അക്കാലത്ത് കോൺട്രബാൻഡ് ലിക്വർ സെയിൽസും സ്വർണ്ണമടക്കമുള്ള മറ്റ് ഡ്യൂട്ടി വെട്ടിച്ചെടുത്തുന്ന വസ്തുക്കളുടെ സ്മഗ്ലിങ്ങുമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. സെൻട്രൽ മുംബൈയിലെ ബുഡിജോഡ മന്നനായിട്ടുള്ള വരദരാജ മുതലിയാരെ ഒന്ന് പരിചയപ്പെടണമെന്ന് തുടക്കം മുതൽക്ക് തന്നെ ഹാജി മസ്താൻ ഉണ്ടായിരുന്നു. വിധിയായി തന്നെ അതിനുള്ളൊരു അവസരം ഹാജി മസ്താന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അങ്ങനെ ഒരു അവസരം മസ്താന് മുന്നിൽ വീണ് കിട്ടുന്നത് തികച്ചും യാദൃച്ഛികമായി ഒരു ദിവസം വരദരാജ മുതലിയാർ കസ്റ്റംസിന്റെയും പോലീസിന്റെയും പിടിയിലാവുമ്പോഴാണ്. ബോംബെ പോർട്ടിൽ വിദേശത്തു നിന്ന് എത്തിയിരുന്ന ഷിപ്മെന്റുകളിൽ നിന്ന് വിലപിടിപ്പുള്ള സാമഗ്രികൾ അപഹരിക്കുക അക്കാലത്ത് വരദാബായ് ഗ്യാങ്ങിന്റെ ഒരു പതിവായിരുന്നു. അങ്ങനെ ഒരു ഷിപ്മെന്റിൽ നിന്ന് ഒരു നാൾ ഒരു ആന്റിന ഇയാളുടെ ആളുകൾ മോഷ്ടിക്കുന്നു. ആ ആന്റിന ആകട്ടെ പക്ഷേ ഒരു കേന്ദ്രമന്ത്രിക്ക് വന്ന ഷിപ്മെന്റിൽ ഉള്ളതായിരുന്നു. ഒരു മോഷണ കേസൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ടുവെങ്കിലും തുടക്കത്തിൽ അതിനു പിന്നിൽ വരദയുടെ ഗ്യാങ് ആണ് എന്ന് പോലീസിന് നിശ്ചയമില്ലായിരുന്നു. അവിചാരിതമായിട്ട് കിട്ടിയ ഒരു ടിപ്പിന്റെ ബലത്തിൽ പോലീസ് ധാരാവിയിലെ വരദാബായിയുടെ മടയിലെത്തി അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ലോക്കപ്പിൽ തള്ളുന്ന വരദരാജന് നേരെ ആ കൺസൈൻമെന്റ് എവിടെയാണെന്ന് വെളിപ്പെടുത്തിയില്ലെങ്കിൽ 3ാം മുറ പ്രയോഗിക്കും എന്നൊരു ഭീഷണി പോലീസ് മുഴക്കുന്നു. കാണാതായ ആന്റിന കേന്ദ്രമന്ത്രിയുടെ ആയിരുന്നുകൊണ്ട് ഏതുവിധേനയും അത് കണ്ടെത്തിയേ മതിയാവുമായിരുന്നുള്ളൂ അന്ന് മുംബൈ പോലീസിന്. പിന്നീട് അവിടെ നടന്നതായി ഡോങ്ക്രി ടു ദുബായ് എന്ന പുസ്തകത്തിൽ ഹുസൈൻ സെയ്ദി എഴുതിയിട്ടുള്ള കഥ ഇങ്ങനെയാണ്. കൺസൈൻമെന്റ് എവിടെയാണെന്ന് വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഇഞ്ചി ചതയ്ക്കും പോലെ ചതയ്ക്കും എന്നുള്ള പോലീസിന്റെ ഭീഷണി പുറത്ത് ഉറക്കം കിട്ടാതെ ആസാദ് മൈതാൻ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ ഒരു വെരുകിനെ പോലെ തലങ്ങു വിലങ്ങു ഉലാത്തുകയാണ് വരദരാജ മുതലിയാർ. അപ്പോൾ ആ സ്റ്റേഷനിലേക്ക് വെള്ള സ്യൂട്ട് ധരിച്ച ഏറെ മാസ്മരികമായ വ്യക്തിത്വമുള്ള ഒരു യുവാവ് കടന്നു വരുന്നു. സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ അയാളുടെ ഇടപെടുന്നത് കണ്ടാൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. അയാൾക്ക് ആ സ്റ്റേഷനിൽ കാര്യമായ പിടിപാടുണ്ട്. ആ സ്റ്റേഷൻ്റെ ഉള്ളിലും അയാൾ നിൽക്കുന്നത് വലത്തെ കൈയിൽ എരിയുന്ന ഒരു 555 സിഗരറ്റും വേണ്ടിക്കൊണ്ടാണ്. വരദരാജ മുതലിയാരെ കൊണ്ട് തള്ളിയിട്ടുള്ള ലോക്കപ്പിന്റെ അഴികൾക്കടുത്തേക്ക് അയാൾ നടന്നു വന്നിട്ടും പോലീസുകാരും തന്നെ അയാളെ തടയാൻ മുതിരുന്നില്ല. അസാമാന്യമായ ആത്മവിശ്വാസത്തോടെ പ്രശാന്തമായ മുഖത്തോടെ കടന്നു വന്ന ആ യുവാവിന്റെ പേര് ഹാജി മസ്താൻ എന്നായിരുന്നു. ആ പോലീസ് സ്റ്റേഷനിലും അയാളുടെ മാസപ്പടി പറ്റിയിരുന്ന പല പോലീസുകാരും ഉണ്ടായിരുന്നു. വരദരാജൻ കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്ന ആ കൺസൈൻമെന്റ് മയത്തിൽ താൻ തിരികെ എത്തിച്ചു കൊള്ളാമെന്നും അതിന്റെ പേരിൽ ആ രാത്രി വരദാബായിയെ ടോർച്ചർ ചെയ്യരുത് എന്നും മസ്താൻ പോലീസുകാരോട് അഭ്യർത്ഥിക്കുന്നു. അവർ അത് ചെവിക്കൊള്ളാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അങ്ങനെ പോലീസുകാരുമായി ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയ ശേഷം വരദാബായി കിടന്ന ലോക്കപ്പിന് അരികിലേക്ക് എത്തുന്ന ഹാജി മസ്താൻ മുഴങ്ങുന്ന ശബ്ദത്തോടെ അയാളെ അഭിസംബോധന ചെയ്യുന്നു. വണക്കം തലവരെ. 2 കാര്യങ്ങൾ വരദാബായിയെ വല്ലാതെ സ്വാധീനിച്ചു. ഒന്ന്, ആ ലോക്കപ്പിൽ കൊണ്ടു തള്ളിയതിന് പിന്നാലെ അയാളുടെ ഇതുവരെ ബഹുമാനത്തോടെ ഒരാൾ പോലും സംസാരിച്ചിട്ടില്ല. മസ്താൻ അയാളെ വന്ന് വിളിച്ചത് തലവരെ എന്നാണ്. 2, അവർ രണ്ടുപേരും തമിഴ്നാട്ടിൽ വേരുകളുള്ളവരാണ്. ഉപജീവനാർത്ഥം ബോംബെ നഗരത്തിൽ വന്ന് അടിഞ്ഞവരാണ്.
അവർ തമ്മിൽ തമിഴിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ പറയുന്നത് എന്താണെന്ന് പോലീസുകാരിൽ ആർക്കും മനസ്സിലാവില്ല. മസ്താൻ വെട്ടി തുറന്നു തന്നെ കാര്യം പറഞ്ഞു, ഒരു ഓഫറും മുന്നോട്ട് വെച്ചു. തലവരെ, ആ ആൻറ്റിന അങ്ങ് തിരിച്ചു കൊടുത്തേക്കണം, പകരം നിങ്ങൾക്ക് അതിൻ്റെ 10 ഇരട്ടി കാശുണ്ടാക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കാം. മസ്താനെ പോലെ ഒരു തമിഴൻ കസ്റ്റംസിൻ്റെയും പോലീസിൻ്റെയും പക്ഷം പിടിച്ചുകൊണ്ട് തന്നോട് സംസാരിക്കാൻ എത്തുമെന്ന് ഭാരതാഭായ് കരുതുന്നില്ല. അതുകൊണ്ട് അയാളുടെ ആദ്യത്തെ മറുപടി അത്ര സഹകരണത്തോടെ ആയിരുന്നില്ല. എൻ്റെ കയ്യിൽ അതില്ല, അല്ലെങ്കിൽ ഇനി അതുണ്ടെങ്കിലും അത് വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ മറുപടി കേട്ടതും ഗൂഢമായൊരു മന്ദസ്മിതത്തോടെ മസ്താൻ പറഞ്ഞു, താങ്കൾ അങ്ങനെ പറഞ്ഞാൽ എനിക്കെന്തോ നഷ്ടമാകുമെന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് തെറ്റാകും. ഞാൻ ഡീൽ ചെയ്യുന്നത് സ്വർണവും വെള്ളിയും മാത്രമാണ്. നിങ്ങൾ ഡോക്കിൽ നിന്ന് തട്ടിയെടുത്ത ആൻറ്റിന നിങ്ങൾക്കൊരു പക്ഷേ ചോർ ബസാറിൽ കൊണ്ടുവന്ന് വിൽക്കേണ്ടി വരും. ബുദ്ധിമാനായ ഒരാൾക്കും നിരസിക്കാനാവാത്തൊരു ഓഫറാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വെക്കുന്നത്. ആ ആൻറ്റിന തൽക്കാലം തിരിച്ചു കൊടുത്താൽ ഞാൻ നിങ്ങളെ എൻ്റെ ഗോൾഡ് സ്മഗ്ലിങ്ങിൽ പാർട്ട്ണറാക്കാം. മസ്താന്റെ ആ ഓഫർ അത്ര എളുപ്പത്തിൽ നിരസിക്കാവുന്ന ഒന്നായിരുന്നില്ല എങ്കിലും അപ്പോഴും ഭാരതാഭായുടെ സംശയത്തിന് അറുതി വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് നേട്ടം എന്നായി അയാളുടെ ചോദ്യം. തൻ്റെ ഉദ്ദേശം ഭാരതാഭായുമായിട്ടുള്ള കേവല സൗഹൃദം മാത്രമാണ് എന്നും ഭാരതാ ഗാങ്ങിന്റെ മസിൽ പവറും ജനങ്ങൾക്കിടയിലെ സ്വാധീനവും തനിക്ക് വേണമെന്നും സ്മഗ്ലിംഗ് അടക്കമുള്ള തൻ്റെ ബിസിനസ്സുകളിൽ ആരും ഇടപെടാതിരിക്കാൻ മുതലിയാർക്ക് സ്വാധീനമുള്ള ഏരിയകളിൽ സഹായവും വേണമെന്നും മസ്താൻ പറഞ്ഞു. അപമാനത്തിൽ നിന്നും പോലീസ് ടോർച്ചറിൽ നിന്നും രക്ഷപ്പെടാനുള്ള, അതേസമയം വേണ്ടത്ര കാശും ഉണ്ടാക്കാനുള്ള മസ്താന്റെ ഈ ഓഫർ ഭാരതാഭായ് അന്ന് കണ്ണുംപൂട്ടി സ്വീകരിക്കുന്നു. അങ്ങനെ കേന്ദ്രമന്ത്രിയുടെ കൺസൈൻമെന്റ് പോർട്ടിലേക്ക് തിരികെ എത്തുന്നു. കസ്റ്റംസ് ഓഫീസർമാർക്ക് അവരുടെ ജോലി പോവാതെയും രക്ഷപ്പെടുന്നു. പറഞ്ഞ പോലെ അവർ വരദരാജ മുതലിയാരെ ലോക്കപ്പിൽ നിന്ന് തുറന്നുവിട്ട് വാക്കും പാലിക്കുന്നു. അന്നത്തെ ഈ സൗഹൃദത്തിന്റെ പുറത്ത് വരദരാജ മുതലിയാരാണ് ഹാജി മസ്താന് കരീം ലാലയെ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെയാണ് അടുത്ത 20 വർഷത്തേക്ക് ബോംബെ ഭരിച്ച ആ മൂവർ സംഘം പിറവിയെടുക്കുന്നത്. അവർ 3 പേരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. പരസ്പരം തല്ലുകൂടുന്നതിന് പകരം ബോംബെ മഹാനഗരത്തെ 3ആയി പകുത്ത് അതാത് അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്മഗ്ലിംഗ് അടക്കമുള്ള പരിപാടികൾ നടത്തുക. മറ്റുള്ള ഏരിയകളിലേക്ക് കടന്നു കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സൗത്ത് ബോംബെ, വെസ്റ്റ് ബോംബെ എന്നിവിടങ്ങളിൽ മസ്താന് കാര്യമായ ഹോൾഡുണ്ട്. ആ പ്രദേശങ്ങൾ അയാൾക്ക് കിട്ടി. സെൻട്രൽ ബോംബെ എന്ന കുറെക്കൂടി വിശാലമായ ഏരിയ വരദരാജ മുതലിയാരും കരീം ലാലയും കൂടി പങ്കിട്ടെടുത്തു. ഈ സംഘങ്ങൾ തമ്മിൽ ഒരു സംഘടന ഉണ്ടാകാതിരിക്കാൻ മസ്താൻ എന്നും ശ്രമിച്ചിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് മുളയെ നുള്ളാൻ തൻ്റെ വസതിയിൽ ചർച്ചകൾ സംഘടിപ്പിച്ചും മസ്താൻ ഈ കൂട്ടുകെട്ട് നിലനിർത്തി. പിന്നീട് 1988 മദ്രാസിൽ വെച്ച് വരദരാജ മുതലിയാർ മരിച്ചുപോയപ്പോൾ മസ്താൻ ഒരു പ്രൈവറ്റ് ജെറ്റ് വിമാനം തന്നെ ചാർട്ടർ ചെയ്ത് മുതലിയാരുടെ ഭൗതിക ശരീരം തിരികെ ബോംബെയിലേക്ക് കൊണ്ടുവന്ന് അയാളുടെ മരണാനന്തര ചടങ്ങുകൾ അവിടെ നടത്തുകയുണ്ടായി. സ്വർണം ഹാജി മസ്താൻ വിദേശത്തു നിന്ന് സ്മഗിൾ ചെയ്ത് ഇന്ത്യയിൽ എത്തിച്ച് കച്ചവടം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളി അയാൾ വിദേശത്തേക്കും കടത്തിയിരുന്നു. അസാമാന്യമായ ശുദ്ധതയുടെ പേരിൽ പ്രസിദ്ധമായിരുന്ന ആ വെള്ളി അന്ന് അറിയപ്പെട്ടിരുന്നത് മസ്താന്റെ വെള്ളി എന്നായിരുന്നു. സ്വന്തം കൈകൊണ്ട് ഒരാളെ പോലും കൊല്ലാതെയാണ് ഹാജി മസ്താൻ മുംബൈയുടെ അണ്ടർവേൾഡ് ഡോൺ എന്ന കുപ്രസിദ്ധി ആർജിക്കുന്നത്. മറ്റുള്ള അധോലോക നായകരിൽ നിന്ന് വ്യത്യസ്തമായി അക്രമം എന്നത് ഏറ്റവും അവസാനത്തെ ആയുധമായി മാത്രമേ മസ്താൻ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഒരു ബിസിനസ്മാൻ എന്ന ഇമേജിലായിരുന്നു അയാൾക്ക് കമ്പം. എന്നാൽ ആവശ്യം വന്നാൽ അതിനിഷ്ഠുരമായ കൊലപാതകങ്ങളിലൂടെ എതിരാളികളെ ഒഴിവാക്കാനും ഹാജി മസ്താൻ മടിച്ചിരുന്നില്ല. അങ്ങനെ ചെയ്യേണ്ടി വന്നിരുന്നപ്പോഴൊക്കെയും നേരിട്ടിടപെടാതെ മറ്റ് ഗ്യാങ്ങുകളെ ഉപയോഗിക്കാൻ മസ്താൻ ശ്രദ്ധിച്ചു. മുംബൈ അധോലോകത്തിലെ ആദ്യത്തെ സുപാരി, കാശ് കൊടുത്ത ആളെ കൊല്ലിക്കൽ നടത്തുന്നത് മസ്താനാണ്. സ്മഗ്ലിങ്ങിൽ നിന്ന് കിട്ടിയ പണം മസ്താൻ ഇൻവെസ്റ്റ് ചെയ്ത റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് നടക്കുന്നത്. 1969 മസ്താനും അയാളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പാർട്ട്ണറായിരുന്ന യൂസുഫ് പട്ടേലും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നു. അന്ന് പട്ടേലിനെ തീർക്കാൻ തീരുമാനിക്കുന്ന മസ്താൻ അത് നേരിട്ട് ചെയ്യാതെ അതിനുള്ള 10,000 രൂപയുടെ സുപാരി പസ്തൂനി പാകിസ്ഥാനികളെ ഏൽപ്പിക്കുകയായിരുന്നു. 1969 നവംബർ 22 രാത്രി ഏറെ വൈകി മിനാര മസ്ജിദിനടുത്ത് ഒരു ബൈഠക്കിൽ പങ്കെടുക്കുകയായിരുന്നു യൂസുഫ് പട്ടേൽ. അയാളെ പിന്തുടർന്നെത്തിയ 2 പഠാന്മാർ അവരുടെ ബ്രിട്ടീഷ് മെയ്ഡ് റിവോൾവർ കൊണ്ട് അയാൾക്ക് നേരെ വെടിയുതിർക്കുന്നു. ആ വെടിവെപ്പിൽ പട്ടേലിന്റെ ബോഡി ഗാർഡ് കൊല്ലപ്പെട്ടുവെങ്കിലും പട്ടേൽ പരിക്കുകളോടെ രക്ഷപ്പെടുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ 2 പഠാന്മാരും പിടിയിലാവുകയും ചെയ്യുന്നു. ഒടുവിൽ ഈ കേസിൽ ഹാജി മസ്താൻ, കരീം ലാല എന്നിവരടക്കം 13 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ആ കേസിൽ നിന്നൊക്കെ പിന്നീട് ഊരിപ്പോകുന്നു. വെടിയേറ്റ് ആശുപത്രിയിൽ കിടന്ന യൂസുഫ് പട്ടേലിനെ കാണാൻ പിന്നീട് ഹാജി മസ്താൻ നേരിട്ട് തന്നെ പോകുന്നുണ്ട്. അന്ന് പട്ടേലിന്റെ മുഖത്ത് നോക്കി മസ്താൻ പറയുന്ന ഡയലോഗ് അല്ലാഹു ജീവനോടെ ബാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കൊല്ലാൻ ഞാൻ ആരാണ് എന്നാണ്. അന്നങ്ങനെ കൊല്ലാൻ സുപാരിയൊക്കെ കൊടുത്തുവെങ്കിലും ആ ആശുപത്രി സന്ദർശനത്തിന് ശേഷം പഴയ ശത്രുക്കൾ മറന്ന് ഹാജി മസ്താനും യൂസുഫ് പട്ടേലും വീണ്ടും സുഹൃത്തുക്കളാകുന്നുമുണ്ട്.
80കളുടെ തുടക്കത്തോടെ അക്ഷരാർത്ഥത്തിൽ മുംബൈയുടെ ബാദ്ഷാ തന്നെ ആയിട്ടുണ്ടായിരുന്നു ഹാജി മസ്താൻ. അതോടെ അയാളുടെ വ്യക്തിജീവിതവും ആഡംബരം നിറഞ്ഞതായി. സൗത്ത് മുംബൈയിലെ തന്റെ വിശാലമായ ബംഗ്ലാവിൽ അയാൾ സിനിമാ താരങ്ങൾക്കും ബിസിനസ്സുകാർക്കും രാഷ്ട്രീയക്കാർക്കും വിരുന്നൊരുക്കി. മനോഹരമായ വസ്ത്രം ധരിക്കാനും ഒരു ബിസിനസ്മാൻ എന്ന ഇമേജ് കാത്തുസൂക്ഷിക്കാനും മസ്താൻ എന്നും ശ്രദ്ധിച്ചിരുന്നു. ബോംബെയിലെ ഹാജി മസ്താന്റെ സുവർണ്ണ കാലം എന്ന് പറയുന്നത് ബോളിവുഡ് ഇൻഡസ്ട്രിയുടെയും ഉദയകാലമാണ്. പുതിയ താരോദയങ്ങൾ ഉണ്ടാകുന്നു, സിനിമകൾ ഹൗസ്ഫുള്ളായി മാസങ്ങൾ ഓടുന്നു, സിനിമാ കൊട്ടകളിൽ വല്ലാത്തൊരു മാജിക് തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. സിനിമയുടെ മായിക ലോകത്തുനിന്ന് മാറി നിൽക്കാൻ അന്ന് ഹാജി മസ്താനും സാധിക്കുന്നില്ല. തൂവെള്ള കുർത്തയും വെളുത്ത ഷൂസും തൊപ്പിയും ധരിച്ചുകൊണ്ട് ബെൻസിലും റോൾസ് റോയ്സിലും ബോളിവുഡ് പാർട്ടിക്ക് വന്നിറങ്ങുന്ന മസ്താൻ മുംബൈയിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. വിശാലമായ സിനിമാ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന മസ്താനിൽ നിന്ന് പ്രൊഡ്യൂസർമാർ പണം കടം വാങ്ങിയിരുന്നു. ദിലീപ് കുമാർ, രാജ്കുമാർ, ധർമ്മേന്ദ്ര എന്നിവരുമായി മസ്താന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് ബോളിവുഡ് ഗോസിപ്പുകൾ. താരങ്ങൾ ഭീഷണികൾ നേരിടുമ്പോഴൊക്കെയും ഭീഷണിപ്പെടുത്തുന്നവർക്ക് മസ്താൻ ഒരു ചെറിയ കുറിപ്പ് കൊടുത്തുവിടും. അവരെ വെറുതെ വിടുക, അവർ ജനങ്ങളുടെ സ്വത്താണ് എന്ന് മസ്താന്റെ കത്ത് ചെല്ലേണ്ടടുത്ത് ചെല്ലുന്നതും സ്വിച്ചിട്ട പോലെ ആ ഭീഷണികൾ നിലയ്ക്കുകയാണ് പതിവ്. 1974-75 കാലത്ത് യശ് ചോപ്ര സലിം ജാവേദിന്റെ എഴുത്തിൽ ദീവാർ എന്ന പേരിൽ സിനിമ പിടിക്കാൻ ഇറങ്ങിയപ്പോൾ അതിലെ വിജയ് എന്ന അമിതാഭ് ബച്ചൻ കഥാപാത്രത്തിന് ഹാജി മസ്താന്റെ മാനറിസങ്ങളായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ഷേർഖാൻ പഠാനുമായി ഡോക്കിൽ വെച്ച് നടക്കുന്ന ഫൈറ്റ് ഈ സിനിമയിൽ അതുപോലെ തന്നെയുണ്ട്. ഈ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് സലീമിനും ജാവേദ് അക്തറിനുമൊപ്പം പലവട്ടം അമിതാഭ് ബച്ചൻ ഹാജി മസ്താന്റെ ബംഗ്ലാവിൽ പോയി മണിക്കൂറുകളോളം അയാളുടെ ഭാവഭാവങ്ങൾ നിരീക്ഷിച്ച് പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. 70കളിൽ ബോളിവുഡിൽ ഏറ്റവും ഡിമാൻഡുള്ള, ഏറ്റവും ജനപ്രീതിയുള്ള നടി മധുബാലയായിരുന്നു. പ്രഥമ ദർശനത്തിൽ തന്നെ ഹാജി മസ്താന് മധുബാലയിൽ അനുരാഗം ഉദിക്കുന്നു. മധുബാല അഭിനയിക്കുന്ന സിനിമകളുടെ സെറ്റിൽ പിന്നീട് അയാൾ ഒരു സ്ഥിര സാന്നിധ്യമാകുന്നു. പലവിധ സ്വാധീനങ്ങളും ചെലുത്തി പതുക്കെ മധുബാലയുമായിട്ടൊരു സൗഹൃദം പോലും അയാൾ സ്ഥാപിച്ചെടുക്കുന്നു. ഒടുവിൽ ഹൃദയത്തിലെ പ്രണയം അടക്കി വെക്കാനാവാത്തൊരു ഘട്ടം വന്നപ്പോൾ അയാൾ വിശ്വസ്തനായ ഒരു ദൂതൻ വഴിക്ക് തന്റെ ഇംഗിതം മധുബാലയെ നേരിട്ട് അറിയിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഫലം. മധുബാലയെ വിവാഹം കഴിക്കുക എന്ന തന്റെ മോഹം നടക്കില്ല എന്ന് കണ്ടപ്പോൾ അയാൾ കാണാൻ മധുബാലയെ പോലെ തന്നെ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു സിനിമാ നടി വീണ ശർമ്മ എന്ന സോനയെ തന്റെ രണ്ടാം ഭാര്യയാക്കി. വിവാഹം കഴിഞ്ഞ ശേഷം സോനയ്ക്ക് വേണ്ടി ഹാജി മസ്താൻ BV കിരായയ്ക്ക് അടക്കമുള്ള പല സിനിമകളും നിർമ്മിച്ചുവെങ്കിലും ഒന്നും തന്നെ ബോക്സ് ഓഫീസിൽ നിലനിർത്തില്ല. ജീവിതത്തിൽ നേട്ടങ്ങൾ പലതും കയ്യെത്തി പിടിക്കാൻ ഹാജി മസ്താന് സാധിച്ചുവെങ്കിലും പ്രണയത്തിലെ പരാജയം അയാളെ ജീവിതാന്ത്യം വരെയും വേട്ടയാടി. കള്ളക്കടത്തും ഗുണ്ടാപ്രവർത്തനങ്ങളും ബോളിവുഡും റിയൽ എസ്റ്റേറ്റും മാത്രമായിരുന്നില്ല ഹാജി മസ്താന്റെ ഇഷ്ടപ്രവർത്തന മണ്ഡലങ്ങൾ. രാഷ്ട്രീയത്തിലെ അധികാര കേന്ദ്രങ്ങളും അയാൾക്ക് അത്ര തന്നെ സ്വാധീനമുള്ള ഇടങ്ങൾ തന്നെയായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹാജി മസ്താൻ ഉണ്ടായിരുന്ന നെറ്റ്വർക്ക് ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. സഞ്ജയ് ഗാന്ധിയുടെ പുഷ്കലകാലത്ത് ഹാജി മസ്താൻ അദ്ദേഹവുമായിട്ടും കാര്യമായ അടുപ്പമുണ്ടായിരുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. സത്യമാണോ അല്ലയോ എന്നുറപ്പില്ലെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ രസകരമായൊരു കഥയുണ്ട്. സഞ്ജയ് ഗാന്ധിയുടെ അക്കാലത്തെ അടുത്ത സ്നേഹിതയായിരുന്നു ബോളിവുഡ് അഭിനേത്രിയും സോഷ്യലൈറ്റുമായിരുന്ന റുക്സാന സുൽത്താന. അന്ന് ഇന്ത്യയിൽ ക്യാമെ എന്ന പേരിൽ ഒരു ഇമ്പോർട്ടഡ് സോപ്പ് കിട്ടുമായിരുന്നു. റുക്സാന സുൽത്താനയ്ക്ക് ആ സോപ്പ് വലിയ ഇഷ്ടമായിരുന്നു. അവരത് മുംബൈയിൽ നിന്ന് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ ഒരിടത്തും കിട്ടാത്ത സാഹചര്യമുണ്ടായി. പലയിടത്തും അന്വേഷിച്ച ശേഷം കിട്ടാതെ നിരാശയായിട്ട് അവർ മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്. തിരികെ പോകാൻ വേണ്ടി തന്റെ കാറിനടുത്തെത്തിയ റുക്സാന സുൽത്താന അവിടെ ഒരു ആൾക്കൂട്ടത്തെ കണ്ട് അമ്പരക്കുന്നു. കാറിനടുത്തെന്ന് നോക്കിയപ്പോൾ ആ കാറിന്റെ പിൻസീറ്റിൽ നിറയെ ക്യാമെ സോപ്പ് അട്ടിക്കിട്ടിരിക്കുകയാണ്. വെള്ള സ്യൂട്ടും കയ്യിൽ ലക്ഷറി വാച്ചും ധരിച്ച് 555 സിഗരറ്റും പുകച്ചുകൊണ്ട് കാറിൽ ചാരി ഒരാൾ നിൽക്കുന്നുണ്ട്. റുക്സാനയെ കണ്ടതും നിറഞ്ഞ പുഞ്ചിരിയോടെ അവരെ ഒന്ന് സലാം വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ജി മുജെ ഹാജി മസ്താൻ കേത്തെ ഹെ. എന്നെ ആളുകൾ ഹാജി മസ്താൻ എന്നാണ് വിളിക്കുന്നത്. കാലം കടന്നുപോയിക്കൊണ്ടിരിക്കെ ഹാജി മസ്താന്റെ കള്ളക്കടത്തിന്റെ സ്കെയിലും കൂടുതൽ വലുതായിക്കൊണ്ടിരുന്നു. വർഷമേറെ കഴിഞ്ഞിട്ടും സ്മഗ്ലിങ്ങിന്റെ പേരിൽ ഒരിക്കൽ പോലും അയാളൊന്ന് അറസ്റ്റ് ചെയ്യാൻ പോലീസിനോ കസ്റ്റംസിനോ സാധിച്ചിരുന്നില്ല. നാട്ടിലെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിൽ മസ്താനുള്ള ഹോൾഡ് തന്നെ ആയിരുന്നു അതിന്റെ പ്രധാന കാരണം. കൃത്യസമയത്ത് പോലീസിലെ ഉന്നതന്മാർ തൊട്ട് കോൺസ്റ്റബിൾമാർ വരെയുള്ളവർക്ക് ഹാജി മസ്താന്റെ മാസപ്പടി ചെല്ലുമായിരുന്നു. വിലയേറെ ഫോറിൻ വാച്ചുകളും മറ്റ് സമ്മാനങ്ങളും വിശേഷ അവസരങ്ങളിൽ അവർക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. അതിന്റെ പേരിൽ മസ്താന്റെ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കു നേരെയും സിസ്റ്റം കണ്ണടച്ചുകൊണ്ടേയിരുന്നു. ഏതെങ്കിലുമൊക്കെ കസ്റ്റംസ് പോലീസ് ഓഫീസർമാർ മസ്താന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് എതിര് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആ ഓഫീസറെ മസ്താൻ ട്രാൻസ്ഫർ ചെയ്യിക്കുമായിരുന്നു. ഒരിക്കൽ ബോംബെ കസ്റ്റംസിലെ ഏറെ സത്യസന്ധനായിട്ടുള്ള ഒരു ഓഫീസറെ മസ്താൻ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു. അയാൾ ആ ഓഫർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, കപ്പലിൽ വരുന്ന സ്മഗിൾ ഗുഡ്സ് എല്ലാം തന്നെ പോർട്ടിൽ വെച്ച് തന്നെ സീസ് ചെയ്യാൻ തുടങ്ങി. ഇനി അയാൾക്ക് കപ്പലിൽ നിന്നൊന്നും കിട്ടിയില്ല എങ്കിൽ മസ്താന്റെ ആളുകൾ ഈ സാധനങ്ങൾ പൂഴ്ത്തി വെച്ചിരിക്കുന്ന ഗോഡൌണുകളിൽ റെയ്ഡ് നടത്തിയും സാധനങ്ങൾ പിടികൂടാൻ തുടങ്ങി.
മസ്താനും സംഘത്തിനും ആകെ തലവേദനയായി ഈ ഓഫീസർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒടുവിൽ ഗതികെട്ട് മസ്താൻ തന്റെ സകലമാന പൊളിറ്റിക്കൽ ക്ലൗട്ടും എടുത്ത് പ്രയോഗിച്ച് ഈ കസ്റ്റംസ് ഓഫീസറെ ബോംബെയിൽ നിന്ന് തന്നെ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു. അങ്ങനെ അവിടെ നിന്ന് റിലീവ് ചെയ്ത് ഈ ഓഫീസർ പുതിയ ബേസിലേക്ക് പോകാൻ വേണ്ടി വിമാനം കയറാൻ ബോംബെ വിമാനത്താവളത്തിലെത്തി. വിമാനത്തിൽ ആൾ കയറിയപ്പോൾ ആ വിമാനത്തിലേക്ക് അതിനാടകീയമായ രീതിയിൽ ഹാജി മസ്താന്റെ രംഗപ്രവേശനം ഉണ്ടാകുന്നു. ആ ഓഫീസറെ തൊട്ടടുത്ത് ചെന്ന് അയാളുടെ കണ്ണിൽ നോക്കി മസ്താന്റെ മാസ് ഡയലോഗ് വരുന്നു, ഓൾ ദ ബെസ്റ്റ്. അധികം ഇംഗ്ലീഷ് പറയാനൊന്നും നിശ്ചയമില്ലാത്ത മസ്താൻ ആ കസ്റ്റംസ് ഓഫീസറുമായിട്ടുള്ള തന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി മാത്രമാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ആ 3 വാക്കുകൾ ഒരുമിച്ച് പറയാൻ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തതും അത് തെറ്റാതെ അന്ന് പറഞ്ഞൊപ്പിച്ചതുമെന്ന് ഹുസൈൻ സൈദി തന്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. അങ്ങനെ ബോംബെ അധോലോകത്തിലും സമൂഹത്തിലും കിരീടം വയ്ക്കാത്ത രാജാവായിട്ട് വാണ മസ്താന്റെ ജീവിതം ഗതിമാറി ഒഴുകുന്നത് എമർജൻസിക്ക് തൊട്ടു മുമ്പാണ്. ഹാജി മസ്താൻ മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രിയുമായിട്ട് ഇടയുന്നതിലാണ് എല്ലാറ്റിൻ്റെയും തുടക്കം. മന്ത്രിയുടെ ഈഗോയ്ക്ക് കാര്യമായിട്ടുള്ള ക്ഷതം പറ്റുന്നു. അയാൾ നേരെ ദില്ലിയിലേക്ക് പോയി അവിടെ ധർണ ഇരിക്കുന്നു. ഹാജി മസ്താനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാതെ ധർണ അവസാനിപ്പിക്കില്ല എന്നായി മന്ത്രി. ഒടുവിൽ പോലീസിന് ഗത്യന്തരമില്ലാതെ മസ്താനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ എന്നിട്ടും അയാൾക്ക് ജയിലിൽ പോകേണ്ടി വരുന്നില്ല. കോലാപ്പൂരിലുള്ള ഒരു ലക്ഷറി ബംഗ്ലാവിൽ സകല സൗകര്യങ്ങളോടും കൂടി ഹൗസ് അറസ്റ്റിൽ കഴിയാനായിരുന്നു മസ്താന്റെ ആദ്യ നിയോഗം. 1971 ഇന്ദിരാഗാന്ധി ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി എന്ന പേരിൽ മിസ അഥവാ മെയിൻ്റനൻസ് ഓഫ് ഇന്റർണൽ സെക്യൂരിറ്റി ആക്ട് എന്നൊരു നിയമം പാർലമെന്റിൽ പാസ്സാക്കിയിരുന്നു. കള്ളക്കടത്തുകാരെ നേരിടാൻ വേണ്ടി എന്ന പേരിൽ കൊഫെപൊസ അഥവാ ദ കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട് എന്ന മറ്റൊരു നിയമം കൂടി ഇന്ദിരാഗാന്ധി പാസ്സാക്കുന്നുണ്ട്. വിചാരണ കൂടാതെ തന്നെ ആളുകളെ തടങ്കലിൽ വെക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന നിയമങ്ങളായിരുന്നു ഇത് രണ്ടും. ഇങ്ങനെയുള്ള ഒന്നിലധികം കരിനിയമങ്ങൾ ചുമത്തിയ ഒടുവിൽ ഹാജി മസ്താൻ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ദീർഘകാലത്തെ അധോലോക ജീവിതത്തിനിടയ്ക്ക് നിയമത്തിന്റെ കരങ്ങൾ ഹാജി മസ്താന്റെ കയ്യിൽ പിടിമുറുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അന്ന് 18 മാസത്തോളം കാലം മസ്താന് ജയിലിൽ കഴിച്ചുകൂട്ടേണ്ടി വരുന്നു. ജയിലിൽ മസ്താന് സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടുവെങ്കിലും മസ്താൻ വളരെ സാധാരണമായിട്ടുള്ള ജീവിതമാണ് അവിടെ നയിക്കുന്നത്. ഭക്തിയിൽ മുഴുകാനുള്ള ഒരു അവസരമായി മസ്താൻ ഈ സമയം വിനിയോഗിച്ചു. ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന കാലത്ത് മസ്താൻ ഏറെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ജനനേതാവിനെ കണ്ടുമുട്ടുന്നു. ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള വിരോധം ജയിലിലെത്തിച്ച, ഇന്ദിരയെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിച്ച ആ ജനകീയ സമരങ്ങളുടെ അമരക്കാരനായിരുന്ന ആ അസാമാന്യ വ്യക്തിത്വത്തിന്റെ പേര് ജയപ്രകാശ് നാരായൺ എന്നായിരുന്നു. ജനം അദ്ദേഹത്തെ സ്നേഹപൂർവ്വം JP എന്ന് വിളിച്ചു. JPയുടെ മാസ്മരികമായിട്ടുള്ള വ്യക്തിത്വവും ജനങ്ങൾക്ക് മേൽ അദ്ദേഹത്തിനുള്ള സ്വാധീനവും ആ മനുഷ്യന്റെ മുന്നിൽ ദില്ലിയിലെ ഏറ്റവും വലിയ അധികാര സ്ഥാനങ്ങൾ വരെ നിഷ്പ്രഭമായി പോകുന്ന അവസ്ഥയുമെല്ലാം നേരിട്ട് കണ്ടപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഹാജി മസ്താന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. താൻ തൻ്റെ ജീവിതം കൊണ്ട് അന്നോളം ആർജിച്ചിട്ടുള്ള സമ്പത്തും പ്രതാപവും മസിൽ പവറും ഒന്നും ജയപ്രകാശ് നാരായണൻ എന്ന മനുഷ്യന്റെ വ്യക്തിപ്രഭാവത്തിനു മുന്നിൽ ഒന്നുമല്ല. ജയിലിൽ കഴിച്ചുകൂട്ടിയ കാലത്ത് മസ്താൻ JPയുമായി മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നു. ബോംബെ അധോലോകത്തിന്റെ ബാദ്ഷായി കഴിഞ്ഞിരുന്ന മസ്താനെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തുനിന്ന് പതിയെങ്കിലും പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുന്നത് JPയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിപക്ഷത്തെ പല നേതാക്കളെയും പോലീസ് കസ്റ്റഡിയിൽ നിന്നും പീഡനത്തിൽ നിന്നുമൊക്കെ തന്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഹാജി മസ്താൻ രക്ഷിക്കുകയുണ്ടായി. ഇതിന്റെ നന്ദി സൂചകമായിട്ടാകും അടിയന്തരാവസ്ഥ അവസാനിച്ച് ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഹാജി മസ്താനെതിരെ പിന്നീട് കാര്യമായ കേസുകളൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായില്ല. ജയിലിലേക്ക് പോയ മസ്താനല്ല പുറത്തേക്ക് വന്നത്. ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം കള്ളക്കടത്ത് തൊഴിലിൽ നിന്ന് മസ്താൻ വിട്ടുനിന്നു. ഇതിനോടകം ബോംബെ മുസാഫർഖാന മാർക്കറ്റുകളിലും മറ്റും നിരവധി വിദേശ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മസ്താൻ സ്വന്തമാക്കിയിരുന്നു. ഹോട്ടൽ, ട്രാൻസ്പോർട്ട്, ബേക്കറി മേഖലയിലും മറ്റും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു പിന്നീട് അങ്ങോട്ട്. സ്വഭാവ രീതിയിൽ വന്ന മാറ്റങ്ങൾക്കൊപ്പം മക്കയിൽ പോയി ഹജ്ജും അദ്ദേഹം നിർവഹിച്ചു. അധോലോക പ്രവർത്തനങ്ങളിൽ നിന്ന് അയാൾ പതുക്കെ പിന്മാറിയെന്നു മാത്രമല്ല, മസ്താൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴേക്കും ബോംബെ അധോലോകം തന്നെ മാറുകയും ചെയ്തിരുന്നു. ദാവൂദ് ഇബ്രാഹിം എന്ന പുതിയ ഡോൺ മുംബൈയിൽ ചൂടുറപ്പിച്ചു തുടങ്ങിയിരുന്നു. മസ്താൻ പറഞ്ഞുറപ്പിച്ചിരുന്ന സമാധാനം ദാവൂദ് ഗ്യാങ്ങും പഠാൻ ഗ്യാങ്ങും തമ്മിലുള്ള രക്തരൂഷിതമായ ആക്രമണങ്ങളിൽ ഉലഞ്ഞു തുടങ്ങിയ കാലം. 1980 തൻ്റെ വീട്ടിൽ വെച്ച് നടന്നൊരു ചർച്ചയിൽ ദാവൂദ് പഠാൻ ഗ്യാങ്ങിന്റെ യുദ്ധം താൽക്കാലികമായിട്ടെങ്കിലും അവസാനിപ്പിക്കാൻ ഹാജി മസ്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് പതുക്കെ റിയൽ എസ്റ്റേറ്റിലേക്കും സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കും തിരിയുന്ന മസ്താനെയാണ് നമ്മൾ കാണുന്നത്. 1985 ഭാരതീയ മൈനോറിറ്റീസ് സുരക്ഷാ മഹാസംഘ് അഥവാ BMSM എന്ന പേരിൽ മസ്താൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുവെങ്കിലും അതൊരു വലിയ ശക്തിയായി മാറുന്നില്ല. പതിയെ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങിയ മസ്താൻ തൻ്റെ ശിഷ്ടകാലം തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിലും സാമൂഹിക മതപരമായിട്ടുള്ള സേവനങ്ങൾക്കും മറ്റും വിനിയോഗിച്ചുകൊണ്ട് പതുക്കെ പൊതുരംഗത്തു നിന്നും പിൻവാങ്ങി. 1994 ജൂണിൽ ഹൃദയ സംബന്ധമായ അസുഖം മൂലം ഹാജി മസ്താൻ ബോംബെയിൽ വെച്ച് മരണപ്പെട്ടു.
ഹാജി മസ്താൻ എന്ന അണ്ടർവേൾഡ് ഡോണിന്റെ കഥയിൽ അയാൾ ഹീറോയാണോ വില്ലനാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുക എളുപ്പമല്ല. വിഷം തൊട്ടിയ വയറുമായി ബോംബെ മഹാനഗരത്തിൽ വന്ന് വണ്ടിയിറങ്ങിയ ഒരു 8 വയസ്സുകാരൻ. ആ മായാനഗരിയിൽ സമ്പത്തും സ്വാധീനമുള്ളവർ അന്ന് നടത്തിയിരുന്ന ആഡംബര പ്രകടനങ്ങൾ അമ്പരപ്പോടെ നോക്കി നിന്നവനാണ്. ആ 8-ാം വയസ്സിൽ ക്രാഫോർഡ് മാർക്കറ്റിലെ തെരുവുകളിൽ കട്ട് ഫ്രൂട്ട്സ് വിറ്റ് നടന്ന, ഒന്ന് മുതിർന്നപ്പോൾ അച്ഛൻ്റെ സൈക്കിൾ ഷോപ്പിൽ പഞ്ചറൊട്ടിച്ചു നിന്ന മസ്താൻ മിർസ പിന്നീട് ഡോക്യാർഡിൽ ചുമട്ടുതൊഴിലാളി ആയതും പിന്നീട് അയാൾ കള്ളക്കടത്തിൻ്റെ പാതയിലേക്ക് എത്തിപ്പെട്ടതുമൊക്കെ ഏറെ യാദൃച്ഛികമായിട്ടാണ്. വളഞ്ഞ വഴികളിലൂടെ ആർജിച്ച സമ്പത്ത് ഹാജി മസ്താനെ വളരെ പെട്ടെന്ന് സ്വാധീന ശക്തിയുള്ളവനാക്കി മാറ്റി. അതേസമയം അത് അയാളെ അക്രമങ്ങളുടെ ഇരുളടഞ്ഞ ലോകത്തോടും ചേർത്തു നിർത്തി. മസ്താൻ സ്വയം വിളിച്ചു പോന്നിരുന്നത് ബിസിനസ്മാൻ എന്നായിരുന്നുവെങ്കിലും ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളുടെ കരിനിഴൽ അയാളെ എല്ലാ കാലത്തും പിന്തുടർന്നു. ഒടുവിൽ തൻ്റെ ജീവിത സായാഹ്നത്തിൽ ഹാജി മസ്താൻ അധോലോക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് പശ്ചാത്താപത്തിന് പുറത്തായിരുന്നില്ല. തനിക്ക് പിടിതരാതെ പായുന്ന അതിൻ്റെ വേഗത്തോടൊപ്പം ഓടിയെത്താൻ ആവതില്ലായിരുന്നതുകൊണ്ട് മാത്രമാണ്. ജെന്റിൽമാൻ സ്മഗ്ലർ എന്ന വിരുദ്ധോക്തി സ്വന്തം പേരിനോടൊപ്പം ചേർക്കാൻ മസ്താൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അലക്കി തേച്ച വെള്ളക്കുപ്പായങ്ങൾ, ഇറക്കുമതി ചെയ്ത ലക്ഷറി കാറുകൾ, ബോളിവുഡ് സിനിമാ താരങ്ങളോടും രാഷ്ട്രീയ നേതാക്കളോടുമുള്ള അടുപ്പം, അങ്ങനെ പലതും ആ ഇമേജിന് പകിട്ടേറ്റി. എന്നാൽ ആ പരിവേഷം പകർന്ന ഗ്ലാമറിനു പിന്നിൽ അഴിമതിയുടെയും കൈക്കൂലിയുടെയും പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെയും അഴുക്ക് തളം കെട്ടി കിടന്നത് പലപ്പോഴും പലരും കാണാതെ പോയി. നേരിട്ട് സ്വന്തം കൈകൊണ്ട് താൻ ആരെയും കൊന്നിട്ടില്ല എന്ന് ആണയിട്ട് പറയാൻ ഹാജി മസ്താൻ ഒരുപക്ഷെ കഴിഞ്ഞെന്നു വരാം. എന്നാൽ അയാളുടെ അധോലോക സാമ്രാജ്യം എന്നും പൊളച്ചിരുന്നത് ലഹരിയുടെയും പലിശക്കടങ്ങളുടെയും ഹഫ്ത പിരിവുകളുടെയും എല്ലാം കെണികളിൽ പെട്ടുഴലുന്നവരുടെ വേദനകളുടെയും സങ്കടങ്ങളുടെയും പുറത്താണ് എന്നതും അയാൾക്ക് നിഷേധിക്കാനാവില്ല. ആ മനുഷ്യൻ ഒരു പുരുഷായുസ് കൊണ്ട് ആർജിച്ചെടുത്ത പേരും പ്രശസ്തിയും സമ്പത്തുമൊക്കെ അയാൾക്ക് സിദ്ധിച്ചത് എത്രയോ മനുഷ്യരുടെ അടക്കാനാവാത്ത അദൃശ്യമായ വേദനകളുടെയും വെപ്രാളങ്ങളുടെയും വേവലാതികളുടെയും ചെലവിലാണ്. അതുമാത്രമാണ് ബാക്കിയാവുന്ന ഒരേ ഒരു സത്യം. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.